അതുപോലെ നമുക്കിപ്പോ മനസ്സിലായി എങ്ങനെയാണ് പിന്നെ ഒരു സ്റ്റോക്ക് മൂവിങ് ആവറേജിന്റെ സെറ്റപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ സെറ്റപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയി കാണത്തില്ലേ അത്? നമുക്ക് 4 ട്രെൻഡുകൾ നമ്മൾ പഠിച്ചു. അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, പെർഫെക്റ്റ് അപ് ട്രെൻഡ്, പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് അപ് ട്രെൻഡിൽ നിന്ന് ഒരു റിവേഴ്സൽ തുടങ്ങി കഴിഞ്ഞാൽ പാർഷ്യൽ ഡൗൺ ട്രെൻഡ്. അതുപോലെ പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു റിവേഴ്സൽ സ്റ്റാർട്ട് കഴിഞ്ഞാൽ പാർഷ്യൽ അപ് ട്രെൻഡ്. അപ്പൊ ഈ ഒരു ഇതൊക്കെ നമ്മൾ ചാർട്ടിൽ കാണാനായിട്ട് പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇവിടെ ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. അപ്പോ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1-2 ഇൻഡിക്കേറ്ററുകൾ ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാൽ നമുക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഒന്നുകൂടി ഈസി ആക്കാനും സ്ട്രെങ്ത് ആക്കാനുമാണ് നമ്മൾ ഇൻഡിക്കേറ്ററുകൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. കണ്ടു മനസ്സിലാക്കുന്നതിനേക്കാൾ നന്നായിട്ട് കുറെ കാര്യങ്ങൾ റീസെന്റ് ഡാറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ഇൻഡിക്കേറ്ററുകൾ എപ്പോഴും അങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് ഇതെപ്പോഴും ഒരു എന്താ പറയുന്നത്, പാസ്റ്റ് ഡാറ്റ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും കാണിച്ചു തരുന്ന ഇൻഡിക്കേറ്ററുകൾ. എന്നാലും ശരി, നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കുന്നതിനേക്കാളും നന്നായിട്ട് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വഴി നമുക്ക് എപ്പോഴും അതുവരെയുള്ള ഒരു സ്റ്റാറ്റസ് നമുക്ക് കാണിച്ചു തരും ഇൻഡിക്കേറ്ററുകൾ. അതിൽ വൺ ഓഫ് ദ മേജർ ഇൻഡിക്കേറ്റർ, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് MACD. MACDനെ പറ്റി ജോബ് ചേട്ടൻ അല്ലെങ്കിൽ അശ്വതി കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, MACD ക്രോസ് ഓവറുകളൊക്കെ നമുക്ക് ഒരു ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ചേഞ്ചസ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. രണ്ടാമത്തെ പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ആണ് വോളിയം നോക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ. സാധാരണ നമ്മുടെ വോളിയം ഇൻഡിക്കേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് എൽട്ര ഫോഴ്സ് എന്ന് പറയുന്നത്. എൽട്ര ഫോഴ്സിനകത്ത് വളരെ ഈസിയാണ് അത് ചാർട്ടിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഈ എൽട്ര ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ ആണ് ഞാൻ ഈ ഇട്ടിരിക്കുന്നത് ചാർട്ടില്. അതിനകത്ത് 0ക്ക് താഴെയുള്ളതുണ്ട്, 0ക്ക് മുകളിലുണ്ട്. ഒരുപാട് ഇതിനകത്ത് ഒരു കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ കൂടുതൽ അറിയാനാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി എടുത്താൽ മതി. ഇൻഡിക്കേറ്ററുകൾ നമുക്ക് അത് ജസ്റ്റ് വിഷ്വലായിട്ട് കാണിച്ചു തരുവാണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ റീസെന്റ് ഡാറ്റ എന്താണ് കാണിച്ചു തരുന്നത് എന്നുള്ളത്. അപ്പോൾ എൽട്ര ഫോഴ്സ് വോളിയം 0ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ബൈയിങ് എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ MACD ജോബിച്ചേട്ടൻ ഓൾറെഡി എടുത്തു. രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സെറ്റപ്പിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് എൽട്ര ഫോഴ്സ് എന്ന് പറയുന്നത്. എൽട്ര ഫോഴ്സ് 0ക്ക് മുകളിലായിരിക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് പരബോളിക് സാർ. ഈ പരബോളിക് സാർ എന്ന് പറയുന്ന സാധനവും ഈ ഒരു ഇൻഡിക്കേറ്ററും ഇതിന്റെ എന്താണ് ഇതിന്റെ കാൽക്കുലേഷൻസ് എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കുറെ കുത്തുകളാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. ഈ ഇൻഡിക്കേറ്ററുകളിൽ കുറെ കുത്തുകൾ കാണിച്ചു തരും. ഇത് കണ്ടില്ലേ, കുറെ ഈ ക്യാൻഡിലിന്റെ താഴത്ത് കുറെ വൈറ്റ് ഡോട്ട്സ് നിങ്ങൾ കാണുന്നില്ലേ? ഈ വൈറ്റ് ഡോട്ട്സ് ആണ് പരബോളിക് സാർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്, വിസിബിൾ ആകുന്നത്. അപ്പോൾ പരബോളിക് സാർ ഇത്രേ ഉള്ളൂ. ക്യാൻഡിലിന്റെ മുകളിലാണ് പരബോളിക് സാറിന്റെ ഡോട്ടുകൾ വരുന്നതെങ്കിൽ അത് ബെയറിഷും, പരബോളിക് സാറിന്റെ ഡോട്ടുകൾ വരുന്നത് ക്യാൻഡിലിന്റെ താഴത്താണെന്നുണ്ടെങ്കിൽ അത് ബുള്ളിഷ് ആയിരിക്കും എന്നാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. മൊത്തം നമുക്ക് ആവശ്യമുള്ളത് MACD, എൽട്ര ഫോഴ്സ്, വോളിയം, മൂന്നാമത്തത് ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് പരബോളിക് സാർ, പിന്നെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇൻഡിക്കേറ്റർ അല്ല, ഒരു ക്യാൻഡിലിന്റെ ഇത് നമ്മൾ പറഞ്ഞിരുന്നു, അതാണ് ഹൈക്കനാഷി. സോ ഹൈക്കനാഷി എപ്പോഴും നമ്മളിപ്പം ജസ്റ്റ് ഒരു നോർമൽ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് റെഡും ഗ്രീനും ഒക്കെ മിക്സഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക്
ഓരോ ക്യാൻഡിൽ കഴിഞ്ഞിട്ടും ഏതാണ് ക്യാൻഡിൽ എന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് ചിലപ്പോ അത്ര ഈസി ആയിരിക്കത്തില്ല. ഓക്കെ, സോ നമുക്ക് ഒരു ട്രെൻഡ് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഈസി ആയിട്ട് നോക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹൈക്കനാഷി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വൺസ് ഹൈക്കനാഷി റെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് റെഡ് തന്നെ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് അധികം ഇൻഡിക്കേറ്ററുകൾ കാണിക്കുന്നത്, അധികം ക്യാൻഡിലുകൾ കാണിക്കുന്നത്. ഹൈക്കനാഷിക്ക് ഒരു ബോഡി വിക്ക് വിക്കുവാ ഉള്ളത്. മെയിൻലി ഹൈക്കനാഷിയുടെ വിക്ക് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലായിരിക്കും പ്രൈസ് മൂവ്മെന്റ്. അതിൻ്റെ ഇപ്പൊ ഇങ്ങോട്ട് ഇത് കാണിച്ചിരിക്കുന്നതാണോ, അതിന്റെ ബോഡി വലുതായി വരുന്നതനുസരിച്ചിട്ട്, ബോഡി ഹൈക്കനാഷി ക്യാൻഡലിന്റെ ബോഡി വരുന്നതനുസരിച്ചിട്ട് ആ ക്യാൻഡലിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റിന്റെ സ്ട്രെങ്ത് കൂടി കൂടി വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിന്റെ ബോഡി വലുതായി വരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിലേക്കും വിക്ക് കാണിക്കുന്നു. രണ്ട് സൈഡിലേക്കും വിക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻഡിസിഷൻ ആയിട്ടാണ് കാണുന്നത്. ഡോജി പോലെ തന്നെ രണ്ട് സൈഡിലേക്കും വിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഡിസിഷൻ ആയിട്ടാണ് ഈ ക്യാൻഡിലിന്റെ ഒരു ഫോർമേഷനിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്ന് എം എ സി ഡി നമുക്ക് കാണിച്ചു തരുന്നത് മൊമെന്റം ആണ്. നമ്മൾ മൊമെന്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് എൽഡർ ഫോഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് വോളിയത്തിന്റെ സ്റ്റാറ്റസ് ആണ്. വോളിയം പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമുക്ക് എൽഡർ ഫോഴ്സ് കാണിച്ചു തരുന്നത്. ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് പാരബോളിക് സ്റ്റാർ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യും. അടുത്തത് ക്യാൻഡില്, അതിന്റെ ഒരു ഡയറക്ഷൻ ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഹൈക്കനാഷി യൂസ് ചെയ്യും. അപ്പൊ ടോട്ടല് ഈ 4 ഇൻഡിക്കേറ്ററുകൾ കൂടി നമ്മൾ ചാർട്ടിൽ ആഡ് ചെയ്യണം, ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, ഈ 4 ഇൻഡിക്കേറ്ററുകളെ പറ്റി മനസ്സിലായോ നിങ്ങൾക്ക്? ഹലോ, സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഈ ഇൻഡിക്കേറ്ററുകളുടെ എങ്ങനെ ഫോം ആവുന്നു, ഇൻഡിക്കേറ്ററുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെ ഒരുപാടൊന്നും ഇതിന്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കുറച്ചെങ്കിലും അധികം പിന്നെ ഇൻഡിക്കേറ്ററുകളുടെ പ്രാക്ടീസ് ചെയ്യണം, ഡീപ്പായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് വേണ്ടത് ഇത് മാത്രമാണ്, നമ്മുടെ MACD മാത്രമാണ്. MACD വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ MACD വരുന്നത് ഒരു സിഗ്നൽ വരുന്നു, അതുപോലെ തന്നെ ഒരു MACD ലൈൻ വരുന്നു. ജോബ് ചേട്ടൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മൂവിങ് ആവറേജിന്റെ ആവറേജുകൾ തന്നെയാണ്. പിന്നെ ഇത് ഒരു സീറോ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഹിസ്റ്റോഗ്രാമിന്റെ നടുക്കിൽ വരുന്നത് ഒരു സീറോ ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യും. എപ്പോഴും MACD ലൈൻ സിഗ്നൽ ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു MACDനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഹിസ്റ്റോഗ്രാമില് ഈ പറയുന്ന MACD ലൈൻ ബുള്ളിഷ് സിഗ്നൽ ലൈനിന്റെ മുകളിലാണെങ്കിൽ ഹിസ്റ്റോഗ്രാം സിഗ്നൽസ് എല്ലാം സീറോയ്ക്ക് അബോവ് ആയിരിക്കും. MACD ലൈൻ സീറോയ്ക്ക് താഴത്താണെങ്കിൽ ഹിസ്റ്റോഗ്രാം ലൈൻസ് എല്ലാം സീറോയ്ക്ക് താഴത്തായിരിക്കും. അതുപോലെ MACDയും ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഈ ബാർസിന്റെ ലെങ്ത് കൊണ്ട് അതിനകത്ത് കാണിച്ചു തരുന്നത്. ഹിസ്റ്റോഗ്രാമും MACD ലൈനും സിഗ്നൽ ലൈനും ഉള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നതനുസരിച്ച് ഹിസ്റ്റോഗ്രാം ബാറിന്റെ ആ ഒരു ലെങ്ത് കൂടി വരും. അതുപോലെ അത് കുറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് ആ ലെങ്ത് കുറഞ്ഞു വരും. ഓക്കെ, സോ അത് ഡിഫറെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കളറും അത് ഇതൊക്കെ ചില വ്യത്യാസങ്ങൾ കാണും. എന്നാലും ഇത്രയുള്ള അതിന്റെ ഒരു രീതി. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതിന്റെ ഡൈവർജൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. തൽക്കാലം അത്രയും നമ്മുടെ ഇൻഡിക്കേറ്ററിൽ നമ്മൾ പോകണ്ട. കാരണം നമ്മൾ പിന്നെ ഒരൊറ്റ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ചിട്ടല്ല, മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്ററുകൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്.
സോ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്ററുകൾ വെച്ചിട്ട് ഈ ഒരു കാര്യം കൺഫേം ചെയ്യാൻ പറ്റും. നമുക്കിനി അടുത്തത് സ്ട്രാറ്റജിയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഡൗൺ ഡൗൺ ട്രെൻഡ് റിവേഴ്സൽ ടു അപ് ട്രെൻഡ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്ട്രാറ്റജി. ഓക്കെ, സോ നമ്മുടെ എല്ലാ സ്ട്രാറ്റജിയിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 200 മൂവിങ് ആവറേജ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. ഇപ്പൊ 200 മൂവിങ് ആവറേജ് നേരെ ഇങ്ങനെ സ്റ്റീപ്പ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അത് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു വളരെ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു ആ ഒരു സ്റ്റോക്ക് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നേരെ മറിച്ച് ആ 200 മൂവിങ് ആവറേജ് ഏകദേശം ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ ഒരു ആ ഒരു ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആയിരുന്നെങ്കിൽ പോലും ചിലപ്പം നമുക്ക് 200 മൂവിങ് ആവറേജ് ഇങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ പിന്നെ നമ്മളുടെ 50 മൂവിങ് ആവറേജ് ഒക്കെ ഇങ്ങനെ പോയിട്ട് പ്രൈസ് ഏകദേശം ഈ റേഞ്ചിൽ കിടക്കുവാണ്. അപ്പൊ കാണിച്ചു തരുന്നത് നമുക്കൊരു ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അതായത് ലോങ് ടേം ട്രെൻഡ് ഏകദേശം ഒരു സൈഡ് വേസിലേക്ക് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം നമ്മുടെ 200 മൂവിങ് ആവറേജ് ഒക്കെ ഇത്രയും സ്റ്റീപ്പ് ആയിട്ട് വരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരുപാട് മൊമെന്റം ക്യാൻഡിൽസ് ക്രിയേറ്റ് ആയിട്ടായിരിക്കും താഴത്തോട്ട് ആ പ്രൈസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ റിവേഴ്സിൽ വരുമ്പോൾ ഈ ഓരോ ക്യാൻഡിലിന്റെയും ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുന്നത് പ്രൈസ് മിഡിഗേറ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. ചിലപ്പോൾ ഇവിടെ വരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനോ അതല്ലെങ്കിൽ അവിടുന്ന് ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഫോം ആയി എന്നുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ അവിടെ ആരോ ഒരാൾ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ നല്ലൊരു ബൈയിങ് അല്ലെങ്കിൽ സോറി നല്ലൊരു സെല്ലിങ് നടത്തി എന്നുള്ളതാണ്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇവിടെ നിന്ന് ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഈ ഏരിയയൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോണ കാര്യം കുറച്ച് പാടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ അത് കുറെയൊക്കെ മനസ്സിലാവും. നമുക്ക് ഇങ്ങനെ ഒരു വലിയ ക്യാൻഡിലുകളൊക്കെ അതിൽ മൊമെന്റം ക്യാൻഡിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റം ക്യാൻഡിലുകളുടെ ഒരു ഹാഫ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാത്തിടത്തോളം കാലം നമ്മൾ ആ ഒരു ഈ ഒരു ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു പ്രൈസ് ബുള്ളിഷ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെ വളരെ സ്റ്റീപ്പായിട്ട് വരുന്ന പിന്നെ 200 മൂവിങ് ആവറേജ് ഇരിക്കുന്ന കാണിച്ചു തരുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ മാക്സിമം എൻട്രി പ്ലാൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽസും അല്ലെങ്കിൽ ന്യൂസോ കാര്യങ്ങളോ പിന്നെ എന്തെങ്കിലും കിട്ടിയാലേ എൻട്രി എടുക്കാവുള്ളൂ. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ജസ്റ്റ് ഒന്നെങ്കിൽ ഇങ്ങനെ വന്നതിന് ശേഷം ഒരു 200 മൂവിങ് ആവറേജ് ഫ്ലാറ്റൻ ആയിട്ടുണ്ടാവണം. അതല്ലെന്നുണ്ടെങ്കിൽ 200 മൂവിങ് ആവറേജ് ഒരു സൈഡ് വൈസ് ആയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അപ്വേർഡ് ഈ ഒരു റേഞ്ച് ആയിരിക്കണം. ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് എപ്പോഴും എൻട്രി ഒരു മൂവിങ് ആവറേജിന്റെ ക്രോസ് ഓവറുകളുടെ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിവേഴ്സൽ ആണ്. അതായത് ഡൗൺ ട്രെൻഡിൽ നിന്നുള്ള റിവേഴ്സൽ ആണ്. റിവേഴ്സലിൽ നമ്മൾ എപ്പോഴും കാണിക്കുന്നത് 200 മൂവിങ് ആവറേജിന് താഴത്തായിരിക്കും. അതായത് ആ ഒരു സ്റ്റോക്ക് അതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിലായിരിക്കും. പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കില് 50 മൂവിങ് ആവറേജിന് 20 മൂവിങ് ആവറേജ് ഇത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറുക. ഈ ഒരു പോയിന്റിൽ എന്താണോ നമുക്ക് ഫേവർ ആയിട്ട് വരുന്നത് അതാണ് നമ്മൾ ഒരു എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു എൻട്രി സെറ്റപ്പിന് നമ്മൾ പറയുന്നത് ഡൗൺ ട്രെൻഡ് റിവേഴ്സൽ ടു അപ് ട്രെൻഡ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ സ്റ്റോക്ക് ഒരു ലോങ് ടൈം ഡൗൺ ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്ത അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിലായിരുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കണം. ആ സ്റ്റോക്കിന്റെ
പ്രസന്റ് സിനാരിയോ എന്ന് പറയുന്നത് 20 മൂവിങ് ആവറേജ് 50 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാവണം. അതായത് ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ മൂവിങ് ആവറേജിന് ലോവർ ടൈം ഫ്രെയിമിലുള്ള മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ അതൊരു അപ് ട്രെൻഡിനെ കാണിക്കുന്നതാണ്. ഈവൻ നമുക്കൊരു അഗ്രസീവ് എൻട്രി ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈവൻ 9 മൂവിങ് ആവറേജ് 15 ക്രോസ് ചെയ്യുമ്പോൾ നമുക്കൊരു അഗ്രസീവ് എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ ചാറ്റിലെ പ്രീവിയസ് ക്രോസ് ഓവറുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 9 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തതിനു ശേഷം മിക്കവാറും കേസുകളിൽ വീണ്ടും ഒരു റീട്രേസ്മെന്റ് ഒക്കെ നടന്ന് കുറച്ചുകൂടി ടൈം എടുത്തിട്ടായിരിക്കും 20 മൂവിങ് ആവറേജ് അതിനെ ക്രോസ് ചെയ്യുന്നത്. 9 നമുക്കറിയാം വളരെ ഫാസ്റ്റ് ആയിട്ട് എപ്പോഴും അത് പിന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 9 ക്രോസ് ചെയ്തു എന്നുള്ളത് നമുക്കൊരു അങ്ങനെ ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ 20 മൂവിങ് ആവറേജ് അതിനെ ക്രോസ് ചെയ്തു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു ക്രോസ് ഓവറിനെ കുറച്ചുകൂടി നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു ക്രോസ് ഓവർ നമുക്ക് കൺഫർമേഷൻ കിട്ടണം. ഈ ഒരു ക്രോസ് ഓവർ കൺഫർമേഷന്റെ കൂടെ തന്നെ MACD ലൈന് സിഗ്നൽ ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പാരബോളിക് സാർ അത് ക്യാൻഡിലിന്റെ താഴത്ത് വന്നിട്ടുണ്ടാവണം. നെക്സ്റ്റ് എൽഡർ ഫോഴ്സ്, ആ സമയത്തുള്ള എൽഡർ ഫോഴ്സ് വോളിയം പോസിറ്റീവ് ആയിരിക്കണം, അതായത് 0ക്ക് മുകളിലായിരിക്കണം. പിന്നെ ഒരു ഫൈനൽ കൺഫർമേഷൻ എന്ന നിലയിൽ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ മീൻസ് നമ്മളുടെ ക്യാൻഡിൽ ഹൈക്കനാഷിലേക്ക് മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കനാഷി ക്യാൻഡിൽ ഒന്നെങ്കിൽ അതൊരു ഡോജി ആയിരിക്കണം, അതല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കണം. അതാണ് നമുക്ക് ആ ഒരു എൻട്രി എടുക്കാനായിട്ടുള്ള കൺഫർമേഷൻ. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ട്രാറ്റജി? ഹലോ, ഇല്ല, ഫസ്റ്റ് ബാച്ചുകാരാണ് തമ്പിട്ടത്. സെക്കൻഡ് ബാച്ചിലുള്ളവർ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ പറയേ, അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഈ ഒരു സെറ്റപ്പിലേക്ക് വന്ന സ്റ്റോക്കിൽ ഒന്നാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഏരിയയിൽ ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ് ആയിരുന്ന സ്റ്റോക്കാണ് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് തിരിച്ചു കയറി ആദ്യം 9 മൂവിങ് ആവറേജ് 20നെ ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ചിലപ്പോൾ ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം 20 മൂവിങ് ആവറേജ് 50നെ ക്ലോസ് ചെയ്ത് ഈ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊരു പാർഷ്യൽ അപ് ട്രെൻഡിലേക്ക് വന്നു ഈ സ്റ്റോക്ക്. ഓക്കെ, ഈ 20 മൂവിങ് ആവറേജ് 50നെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയ ഒരു ഏരിയ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ 9 മൂവിങ് ആവറേജ് 50നെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയപ്പോഴേ ഒരു അഗ്രസീവ് എൻട്രി ആണ് ആ ഏരിയയിൽ. അഗ്രസീവ് എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ എൽഡർ ഫോഴ്സ് വോളിയം നമുക്ക് നോക്കണം. ഇവിടെ എൽഡർ ഫോഴ്സ് വോളിയം നോക്കണം. ഇവിടെ ഈ ലൈനിലെ എൽഡർ ഫോഴ്സ് വോളിയം നോക്കിയാണെങ്കിൽ എൽഡർ ഫോഴ്സ് വോളിയം പോസിറ്റീവ് ആണ്. MACD നോക്കി കഴിഞ്ഞപ്പോൾ സിഗ്നൽ ലൈനിന്റെ മുകളിലാണ് MACD ലൈൻ നിൽക്കുന്നത്. എന്റെ ഇതിനകത്ത് കാണിക്കുന്നത് റെഡ് സിഗ്നൽ ലൈനും അതുപോലെ വൈറ്റ് MACD ലൈനുമാണ്. ഓക്കെ, അപ്പോ MACD ലൈൻ സിഗ്നൽ ലൈനിന് മുകളിലാണ്. അപ്പോ ഈ ഒരു സിനാരിയോയില് നമുക്ക് ഈ 950നെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കൊരു എൻട്രി സിഗ്നൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ സമയത്ത് എൻട്രി എടുക്കണ്ട, നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ 20 മൂവിങ് ആവറേജ് 50നെ ക്രോസ് ചെയ്തു. 20 മൂവിങ് ആവറേജ് 50നെ ക്രോസ് ചെയ്ത ടൈമിന് എന്തായിരുന്നു
ആ ഒരു സ്റ്റാറ്റസ് നോക്കിയേ, എൽഡർ ഫോഴ്സ് ബോഡി നോക്കിയേ, അത് സീറോയ്ക്ക് മുകളിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ MACD സിഗ്നൽ നോക്കിയേ, MACD സിഗ്നൽ പിന്നെ MACD ലൈൻ സിഗ്നൽ ലൈനിന് മുകളിലാണ്. ഹിസ്റ്റോഗ്രാം ഗ്രീൻ ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റില് നമുക്കൊരു എൻട്രി ആയിരുന്നു. ഈ ഒരു പോയിന്റിൽ നമുക്ക് എൻട്രി ആയിരുന്നു. ഈ ഒരു പോയിന്റിൽ എൻട്രി എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മൂവിങ് ആവറേജ് ആണ്. കാരണം 200 മൂവിങ് ആവറേജ് പറയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 2378 നിന്ന് നമുക്ക് ടാർഗറ്റ് പ്ലാൻ ചെയ്യാവുന്ന ടാർഗറ്റ് 2584 കണ്ടോ. ഇവിടെ ഒരു പെർഫെക്റ്റ് സിനാരിയോ നമുക്ക് കിട്ടി എൻട്രി എടുക്കാനായിട്ട്. നോക്കിയേ, നെക്സ്റ്റ് ക്യാൻഡില് അതിന്റെ മുകളിൽ പോയി 2701 വരെ പോയി, വീണ്ടും ഇവിടെ റെസിസ്റ്റൻസിൽ തട്ടി താഴെ വന്നു. സോ ഈ ഒരു ഏരിയയാണ് 2050 ക്രോസ് ഓവർ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇതില് കിട്ടുമോ, അതോ നെക്സ്റ്റ് ഡേ കിട്ടത്തോളം? അല്ലല്ലോ, നമുക്ക് നമുക്ക് ഇയർലി ഐഡന്റിഫിക്കേഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 9:15 ക്രോസ് ചെയ്തു. 9:15 ക്രോസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ നമ്മുടെ റഡാറിൽ ഉണ്ടാവണം. 9:50 ക്രോസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ സാധനം നമുക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു എൻട്രി ഉണ്ടോ, ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അതിനുശേഷം നമുക്ക് അതിന്റെ അവിടുന്ന് പ്രൈസ് ആക്ഷൻ നോക്കാം. നമുക്ക് ഒന്നുകൂടി ഒരു കൺഫർമേഷൻ കിട്ടാനായിട്ട്. ഓക്കെ, പല പ്രാവശ്യം ക്രോസ് ചെയ്ത് താഴത്ത് പോന്നിട്ടുണ്ടാവാം. ഈ 9:50 ക്രോസ് ചെയ്തിട്ട് ചിലപ്പോൾ പല പ്രാവശ്യം താഴത്ത് പോന്നിട്ടുണ്ടാവാം. സോ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുക. ഈ 20 മൂവിങ് ആവറേജ് 15 ക്രോസ് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഈ ഏരിയയിൽ വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് വരുമ്പോൾ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ നല്ലൊരു എൻട്രി ആണെങ്കിൽ ഇവിടെ തന്നെ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സെറ്റപ്പിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നെ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് സംസാരിക്കാം. നമുക്കൊരു കൺഫർമേഷൻ തോന്നി കഴിഞ്ഞാൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുപോവുക. ഇപ്പം ഇവിടെ ഏതാ യെല്ലോ ആണോ? 50 യെല്ലോ 50 ഏതാണ്? 9 50 എന്ന് പറഞ്ഞാൽ വൈറ്റ് അല്ലേ? ബ്ലൂ 50. അപ്പൊ ഈ മേളി വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത് ക്യാൻഡിൽ. 9:15 ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സാധനം നമ്മുടെ റഡാറിൽ വരണം. ഓക്കെ 15:20 ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ. ക്രോസ് ചെയ്യാനെത്തി അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം എങ്ങനെയാണ്, ഈ പറയുന്ന മൊമെന്റത്തിന് നമുക്ക് MACDയിൽ നിന്ന് നോക്കാം. മൊമെന്റം നല്ലതാണോ നോക്കിയേ. ഇവിടെ ഇത് ക്രോസ് ചെയ്തതിനു ശേഷം ഈ ഒരു സിഗ്നൽ പിന്നെ എന്താണ് സിഗ്നൽ ലൈനും MACD ലൈനും തമ്മിലുള്ള ഗ്യാപ്പ് കൂടിക്കൂടി വരിക. നല്ല മൊമെന്റം ഉണ്ട് എന്നുള്ളതാണ്. എൽഡർ ഫോഴ്സ് ബോഡി നോക്കിക്കുക. അതായത് ഇത്രയും ദിവസത്തെ ഈ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. നോക്കിയേ, ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ തന്നെ നമുക്ക് 1.8 മില്യൺ ആണ് എൽഡർ ഫോഴ്സ് വോളിയം കാണിക്കുന്നത്. എൽഡർ ഫോഴ്സ് വോളിയം നമ്മളെ സംബന്ധിച്ചിടത്തോളം 0ക്ക് മുകളിലായാൽ മാത്രം മതി. അത് നല്ലൊരു പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പാരബോളിക് സാർ ഇവിടെ തൊട്ടേ പാരബോളിക് സാർ പിന്നെ പോസിറ്റീവാണ്. ഇവിടെ ഒരു ഇന്റർസെഷനിൽ ബെയറിഷ് പോയെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ പോസിറ്റീവായി. ഈ ഒരു ഗ്യാപ്പ് അപ്പ് കാരണം പോസിറ്റീവായി. ഈ ഡോട്ട് താഴത്തായിരിക്കണം വരേണ്ടത്. ഓക്കെ, ഇത് വന്ന് ഇവിടെ നമുക്ക് കൺഫർമേഷൻ, എല്ലാ കൺഫർമേഷനുകളും കിട്ടി. നമ്മൾ എൻട്രി എടുത്തു. ഈ ഒരു ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ഏകദേശം ഒരു 2378 നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു 200 പോയിന്റ് നമുക്ക് അവിടെ ഒപ്പിക്കായിരുന്നു. കിട്ടത്തില്ലേ? എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്നത്തെ ഡൗൺ ട്രെൻഡ് മാതിരി ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്ത്, ഇന്നാണ് ഇത് ക്രോസ് ഓവർ ചെയ്യുന്നത് 2050 ഗോൾഡൻ ക്രോസ് ഓവർ. അപ്പൊ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ സ്കാൻഡിൽ വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ അത് കഴിഞ്ഞ് അതിനടുത്ത ദിവസം വീണ്ടും തിരിച്ചു വരുമ്പം ഈ ക്രോസ് ഓവർ വാലിഡ് ആണോ? ഒരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് ഇടയ്ക്ക് നടക്കുവാണെങ്കിൽ. ഇപ്പം ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതല്ലേ? ഇന്നത്തെ നോക്കിയാൽ ഇപ്പൊ ഇന്ന് അങ്ങനെ ഒരു മൂവ് ചെയ്തു, നിഫ്റ്റി നന്നായിട്ട് ഡൗൺ ആയി.
അപ്പം നമ്മൾ നോക്കിക്കേ, ഇപ്പം ഈ ഒരു ക്യാൻഡിൽ ഇന്നലെ 10% ക്രിയേറ്റ് ആയ ക്യാൻഡിലാണ്. ഇത് ഇന്നലെ ഞാൻ നോക്കി വെച്ച ഒരു സ്റ്റോക്കാണ് മിനിഞ്ഞാന്ന്. ഇവിടെ നമുക്ക് ഇല്ല. ക്രോസ് ഓവർ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഇന്നാണ് ക്രോസ് ഓവർ വന്നത്. അല്ല, ഇന്നലെ ക്രോസ് ഓവർ വന്നു, ഇന്ന് ഇന്നലെ തിരിച്ചിറങ്ങി. അല്ല, മിനിഞ്ഞാന്ന് ക്രോസ് ഓവർ കിട്ടി. അല്ല, ഈ മിനിഞ്ഞാന്ന് കേസല്ല ഞാൻ ക്രോസ് പറഞ്ഞത്. ഓവർ ഞാൻ അല്ലാത്തൊരു സിനാരിയോ പറയാം. ഇന്ന് ക്രോസ് ഓവർ, ഇന്നലെ ക്രോസ് ഓവർ വന്നു, ഇന്ന് തിരിച്ചിറങ്ങി. ഓക്കെ. ഓക്കെ, ഇങ്ങനെ ഒരു സിനാരിയോ. പിന്നെ വീണ്ടും നാളെ മാർക്കറ്റ് നോർമലൈസ് ആവുകയാണെങ്കിൽ ഈ ക്രോസ് ഓവർ വാലിഡ് ആയിരിക്കും എന്ന് ചോദിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം MACD പിന്നെ മുകളിൽ നിൽക്കുന്നിടത്തോളവും പിന്നെ നെക്സ്റ്റ് ഈ ഒരു സ്വിങ്ങിന് ഒപ്പം നമ്മൾ ഏത് ക്യാൻഡിലാണ് എൻട്രി എടുത്തത്, ഇവിടെ ഒരു സ്വിംഗ് ലോ വന്നിട്ടുണ്ട്. ഈ ഒരു സ്വിംഗ് ലോക്ക് താഴത്ത് വരെ സ്റ്റോക്ക് പോകാത്തിടത്തോളം കാലവും നമുക്കത് ഇപ്പോഴും വാലിഡ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സിഗ്നൽ പിന്നെ ഒന്നെങ്കിലും 9 മൂവിങ് ആവറേജ് എങ്കിലും ക്രോസ് ചെയ്ത് താഴ്ത്തിട്ട് വരണം. അതല്ലെങ്കിൽ നിയറസ്റ്റ് സ്വിംഗ് ലോ ബ്രേക്ക് ആവണം. എൻട്രി എടുക്കുന്നത് ക്രോസ് ഓവറിന്റെ ദിവസത്തെ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അടുത്ത ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നത് അല്ലേ? ക്രോസ് ഓവർ കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുക. ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് ആക്ഷനിൽ ഒരു എൻട്രി ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എൻട്രി എടുക്കുക. ഇപ്പൊ എൻഡ് ഓഫ് ദി ഡേ നമ്മളിപ്പോ ഡേ നോക്കുമ്പോൾ ക്രോസ് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എൻഡ് ഓഫ് ദി ഡേ അല്ലേ? പിന്നെ നെക്സ്റ്റ് ഡേ അല്ല നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കാൻ പറ്റും. നമുക്കിത് ലൈവായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റും. എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് 9:15 ക്രോസ് ചെയ്യുന്നതായിരിക്കണം സെർച്ച് ചെയ്യേണ്ടത്. 9:15 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അടുത്ത ദിവസങ്ങളിൽ 20 ക്രോസ് ചെയ്യും. ഇപ്പൊ ഇൻ കേസ് 9 ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഓക്കെ ആണ്. വേണമെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കി എൻട്രി എടുക്കാം. ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ 9 ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നാലോ എന്നുള്ളൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. സോ നമ്മൾ 20 തന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഓക്കെ ആണെങ്കിൽ പോലും ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടോ, 130 പോയിന്റിന്റെ ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. അത് ഫില്ല് ചെയ്യാൻ വരുമോ എന്നുള്ളൊരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഈ 20-50 ക്രോസ് ഓവറിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് വെയിറ്റ് ചെയ്ത് ക്ലോസ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എൻട്രി എടുക്കുന്ന എപ്പോഴാണ്? ഈ ദിവസം തന്നെയാണോ അതോ അടുത്ത ദിവസത്തെ ക്യാൻഡിലാണോ? അടുത്ത ദിവസത്തെ ക്യാൻഡില നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ആണ്. നമുക്ക് ഇവിടെ ഇതിപ്പം 3 മണിക്കൊക്കെയാണ് ഇത് ക്യാൻഡിൽ ക്ലോസ് ആവുന്നതല്ല. ക്ലോസ് ആവുന്ന വെച്ചിട്ടില്ലല്ലോ, നമ്മൾ EMA ആണ്. അപ്പൊ ആ ഒരു ക്യാൻഡിലിന്റെ പ്രൈസിന്റെ ആവറേജ് വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഇത് സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കും. സിഗ്നൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കാം. അതേ കണ്ടോ, ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാല് നമുക്ക് ഈ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇത് കണ്ടോ, ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കി കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ മതി. ഇവിടെ നമുക്കൊരു എൻട്രി ആ പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടില്ലേ, ഇത്രയും സൈഡ് വൈസ് കിടന്ന് കളിച്ചിട്ട്, അതായത് ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാല് ആ ക്യാൻഡിലിന്റെ താഴത്തോട്ട് പോയിട്ടും ഇല്ല. ഒരു എന്താ പറയുന്നത് ഇന്റർണൽ ബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ക്യാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാൻഡിലിന്റെ മുകളിലേക്ക് പോയിട്ടും ഇല്ല, ആ ക്യാൻഡിലിന്റെ ലോക്ക് താഴെ ബ്രേക്കും ആയിട്ടില്ല. ഈ വന്ന ക്യാൻഡിൽ എല്ലാം ഇൻഡിപെൻഡന്റ് ക്യാൻഡിലല്ല, ഇതെല്ലാം ഇന്റർണൽ ബാർസ് ആണ്. ഈ ക്യാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാൻഡിലിനെ നമുക്കൊരു മൊമെന്റം ക്യാൻഡിലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വന്ന എല്ലാ ക്യാൻഡിലുകളും ഒരൊറ്റ ഇൻഡിപെൻഡന്റ് ക്യാൻഡിൽ പോലും വന്നിട്ടില്ല. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് എൻട്രി ആണ്. കണ്ടോ, 1 അവറിന്റെ ചാർട്ടിൽ നോക്കിക്കേ, ഇവിടെ നിന്ന് വന്നിട്ട് പിന്നെ എല്ലാ സൈഡ് വേസ് ആണ്. ഇവിടെ വരെ വന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ആണ്. അപ്പോഴും അവിടെ നോക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വീണ്ടും വൈറ്റ് ലൈൻ ബ്ലൂ ലൈനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് ക്രോസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിക്കേ വീണ്ടും നമുക്ക് സിഗ്നൽ വന്നു, പാരബോളിക് സ്റ്റാർ താഴത്തേക്ക് വന്നു. ആ ഒരു ക്രോസ് ഓവർ വന്ന സമയത്ത് നമുക്ക് ഇവിടെ എൻട്രി തന്നു, വീണ്ടും തന്നു സിഗ്നല്. നോക്കി അതിന്റെ താഴത്ത് MACD ലൈൻ നോക്കി, ഞാൻ കാണിച്ചിരിക്കുന്ന ലൈനില് MACD ലൈൻ നോക്കിയ സിഗ്നൽ ലൈനിലെ വീണ്ടും ക്ലോസ് ചെയ്തു. പാരബോളിക് സ്റ്റാർ വീണ്ടും താഴത്ത് വന്നു. എൽഡർ ഫോഴ്സ് വീണ്ടും പോസിറ്റീവായി. നമുക്ക് എല്ലാ സിഗ്നലും തന്നു. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്റ്റ് എൻട്രി ആണ്. ഈ ഒരു നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ സമയത്ത് തന്നെ സ്റ്റോക്ക് താഴത്തോട്ട് പോകത്തില്ലേ, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇനി ഹയർ ടൈം ഫ്രെയിം ഡേ ടൈം ഫ്രെയിമിൽ തന്നെ മോണിറ്റർ ചെയ്താൽ മതി അല്ലേ? ബെറ്റർ നമ്മളുടെ എന്താണ് ട്രേഡിംഗ് പ്ലാൻ, നമുക്കൊരു ഒരു ജസ്റ്റ്
നെക്സ്റ്റ് ഒരു സ്വിംഗ് ഹൈയിൽ നിന്ന് സ്വിംഗ് ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകാനാണോ ഉദ്ദേശം, അതല്ലെങ്കിൽ ഒരു ഫുള്ള് ട്രെൻഡ് ക്യാപ്ചർ ചെയ്യാനാണോ ഉദ്ദേശം? അതാണ് നമ്മളുടെ പിന്നെ എന്താണ് നമ്മുടെ ട്രേഡിംഗ് രീതി. ഇത് കാണിച്ചു തരുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡൗൺ ട്രെൻഡ് റിവേഴ്സലാണ്. സോ ഡൗൺ ട്രെൻഡ് റിവേഴ്സൽ ആകുമ്പോൾ തന്നെ ഈ സാധനം പോസിബിലിറ്റി എന്താണ്? നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 200 മൂവിംഗ് ആവറേജ്. 200 മൂവിംഗ് ആവറേജ് ആണ് നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. 200 മൂവിംഗ് ആവറേജ് വരെ നമുക്ക് മിനിമം ടാർഗറ്റ് വെക്കാൻ പറ്റും. 200 മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്തു ഒരു റീട്രേസ്മെന്റ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എൻട്രി എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ റീട്രേസ്മെന്റ് നോക്കിയിരുന്ന് അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കിയിരിക്കാനുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്ത് അതിന് മുമ്പോട്ട് റൈഡ് ഇരിക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ട്രേഡിംഗ് പ്ലാൻ പോലെയാണ്. വളരെ ചെറിയൊരു ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് സ്വിംഗ് ഹൈയിലേക്കുള്ള ആ എൻട്രി എടുത്ത് നമ്മൾ ഒഴിവാകുക. അല്ല, ഒരു ട്രെൻഡ് ഫുള്ള് ക്യാപ്ചർ ചെയ്യാനാണ്. ഓക്കെ, ഇത് റിവേഴ്സലാണ്. ഓരോ പോയിന്റുകളും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫെയിലായി താഴത്തോട്ടാണ് വരുന്നതെങ്കിൽ എക്സിറ്റ് ആവുക. അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ വലിയ ഒരു പ്രോഫിറ്റ് തരും. അതേപോലെ തന്നെ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് 0-0 ഇറങ്ങേണ്ടി വരും. കാരണം ഈ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ എന്താ റിവേഴ്സിൽ പക്കായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത പ്രൈസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടാവും പ്രൈസ്. അതല്ല ചെറിയൊരു പിന്നെ ഒരു സ്വിംഗ് പ്രോഫിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു പോയിന്റ് നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി നമ്മൾ എല്ലാ സിനാരിയോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ 200 മൂവിങ് ആവറേജ് എത്രയാണോ എത്തുന്നത് അത് ഇതുവരെ പോകാൻ നിൽക്കരുത്. 2700 വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കയ്യിൽ നിന്ന് പോകും. സോ നമുക്ക് പിന്നെ 200 മൂവിങ് ആവറേജ് എന്നുള്ള ആ റേഞ്ചിൽ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഡൗൺ ട്രെൻഡ് റിവേഴ്സൽ ടു അപ് ട്രെൻഡ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളാരും ഒന്നും ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത്. അതുകൊണ്ടാണ് പുള്ളി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അല്ല, ചോദ്യങ്ങൾ വന്നാൽ ജസ്റ്റ് പറഞ്ഞു പോകും. മനസ്സിലായിട്ട് ചോദിച്ചു കഴിഞ്ഞാല് ക്ലിയർ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ചോദിച്ച് പറഞ്ഞു മനസ്സിലാക്കിയില്ലേ? അതാ ഗ്യാപ്പ് ഒന്ന് ചോദിച്ചോട്ടെ. ആ ഗ്യാപ്പ് അപ്പ് വരും എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാ സ്റ്റോക്കിനും തിരിച്ച് ആ ഗ്യാപ്പ് അപ്പ് ഫില്ല് ചെയ്യാൻ വരുമോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല അല്ലെ? ഒരു നിർബന്ധവുമില്ല. കാരണം നമ്മള് ഗ്യാപ്പുകള് ഫില്ല് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഗ്രൂപ്പിൽ ജോബിച്ചേട്ടനോട് ചോദിച്ചില്ലേ ഗ്യാപ്പിനെ പറ്റി. പുതിയ ഗ്യാപ്പുകളാണെങ്കിലാണ് കൂടുതൽ ഫില്ല് ചെയ്യാൻ വരുന്നത്. പഴയ ഗ്യാപ്പുകൾ ഓൾറെഡി ഫില്ലായ ഗ്യാപ്പുകളാണെങ്കിൽ വരാൻ സാധ്യത കുറവാണ്. ഒരു റേഞ്ച് ബൗണ്ട്, അതായത് ഒരു സൈഡ് വേസ് റേഞ്ച് ബൗണ്ടിലുള്ള പിന്നെ ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഗ്യാപ്പുകൾ ഫില്ലാക്കി പോകും. അത് ഒരുപാട് നേരം നാളൊന്നും എടുക്കത്തില്ല, ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ അത് ഫില്ലായിട്ടുണ്ടാവും. അതല്ല പിന്നെ ഈ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തത് ഒരു നല്ല റിസൾട്ടിന്റെ ഔട്ട്കം ആണ്, അല്ലെങ്കിൽ നല്ലൊരു പിന്നെ എന്താ പറയുന്നത് ഒരു ഇപ്പൊ ട്രേഡ് ഡീൽ നടന്നു, ആ ട്രേഡ് ഡീൽ പോലുള്ള ഒരു സാധനം അങ്ങനെ ഒരു ന്യൂസ് കാരണമുള്ള ഒരു ഇതാണ്, അത് കാരണം ഉള്ളൊരു ഗ്യാപ്പാണ്. ചിലപ്പോൾ അതൊന്നും മിറ്റിഗേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത് കയറിപ്പോകും. അതല്ല ചെറിയ എന്തെങ്കിലും ഒരു റിസൾട്ടിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ്, പക്ഷെ അത് പിന്നെ സൈഡ് വൈസ് മൂവ്മെന്റ് ആയ സ്റ്റോക്ക് ആണ്. റിസൾട്ട് ഒന്ന് വന്നപ്പോൾ കുറച്ച് പേര് കയറി എൻട്രി എടുത്തു. ചിലപ്പോൾ അതൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ച് ഫില്ല് ചെയ്ത് വീണ്ടും സൈഡ് വൈസിലേക്ക് തന്നെ പോകും. അതല്ല ഒരു റിവേഴ്സൽ തുടങ്ങിയ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അതിനൊരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ഒരു മൊമെന്റം കൂടി അങ്ങ് എടുത്തിട്ട് നേരെ അത് മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അതാണ് അതിന്റെ ഒരു രീതി. അതായത് പല പല രീതിയിലുള്ള ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പുകളൊക്കെ പഠിക്കുന്ന എളുപ്പമൊന്നുമില്ല. ഞാൻ കുറെ വായിക്കാൻ നോക്കിയിട്ട് കുറെ ഒന്നും മനസ്സിലായില്ല. ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ഇങ്ങനെ ഓരോ ചാർട്ടുകളിലും ഓരോ ഗ്യാപ്പുകളും നമ്മൾ നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ ചേട്ടാ? അതെ, ഗ്യാപ്പ് ഒരുപാട് ടൈപ്പ് ഗ്യാപ്പ് ഉണ്ട്. അത് കുറിച്ച് പഠിക്കുന്നതാണ് വലിയ ടോപ്പിക്കാണ്. അതെ. സോ പിന്നെ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി 1. ഓക്കെ, അപ്പോ പിന്നെ ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ ഈ ഏരിയയിൽ ഒന്നുകൂടി ഒരു ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളത് ഹൈക്കനാ ഷീറ്റ് നോക്കാം. ഹൈക്കനാ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാലും അതേ ക്യാൻഡിൽ തന്നെ നമുക്ക്
ഇവിടെ ഒരു എൻട്രി ആയിട്ട് കിട്ടി. കണ്ടോ, ഒരു ഇൻഡിസിഷൻ വന്നു കഴിഞ്ഞു. ആ ഒരു 20-15 മൂവ് ചെയ്ത് കയറുന്ന ഒരു ഇത് ഇൻഡിസിഷൻ ആയിട്ട് വന്നു കഴിഞ്ഞു. ഹൈക്കനാഷ് ഇതേ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്യാൻഡിൽ ശരിക്കും റെഡ് ആണ്, എന്നാലും അത് ഒരു പിന്നെ ഗ്രീൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതാണ് ഹൈക്കനാഷ് ഞാൻ പറഞ്ഞത്, ഒരു കാൽക്കുലേഷൻ ആണ്. അതായത് ഹൈക്കനാഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ സ്റ്റോക്ക് ഒരു റിവേഴ്സലായിട്ടില്ല. നേരെ മറിച്ച് ഇത് വലിയൊരു ബോഡി ആയിരുന്നു, ഈ ഒരു ബോഡിയുടെ സൈസ് കുറഞ്ഞു, അതായത് വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, ട്രെൻഡ് വീക്ക് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രാറ്റജിന് വരുന്നത് റിവേഴ്സൽ ഗേറ്റ് വേ ഓഫ് അപ് ട്രെൻഡ് ആണ്. നമ്മൾ കഴിഞ്ഞത് പഠിച്ചത് റിവേഴ്സൽ ആണ്, ഡൗൺ ട്രെൻഡിൽ നിന്നുള്ള റിവേഴ്സൽ ആണ്. നെക്സ്റ്റ് ഇനി വരുന്ന സ്ട്രാറ്റജിയിൽ പറയാൻ പോകുന്നത് ഗേറ്റ് വേ ഓഫ് അപ് ട്രെൻഡ് ആണ്. ഗേറ്റ് വേ ഓഫ് അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ 200 മൂവിങ് ആവറേജ് ലൈൻ വന്നു. ഓക്കെ, ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിലായിരുന്ന ഒരു സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിന്റെ സിനാരിയോസ് ഒക്കെ മാറി ഒരു പാർഷ്യൽ അപ് ട്രെൻഡിലേക്ക് എത്തി. പാർഷ്യൽ അപ് ട്രെൻഡിലേക്ക് എത്തിയ സ്റ്റോക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. 20 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് സിഗ്നൽ തരും 29 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് വരും. അത് നമുക്കൊരു എയർലി സിഗ്നൽ ആണ്. വേണമെങ്കിൽ അഗ്രസീവായി എൻട്രി എടുക്കുന്നവർക്ക് ഇതൊരു എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. നമ്മൾ വാച്ച് ചെയ്യുക, വാച്ച് ചെയ്തിട്ട് നമുക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ട് വരുന്നത് അതുപോലെ ചെയ്യുക. 200 ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു അഗ്രസീവ് എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പം ഇങ്ങനെയുള്ളൊരു പിന്നെ ഈ ഒരു ആട്ടോ ആക്സസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഇപ്പൊ ഇങ്ങനെ നമുക്കൊരു എൻട്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഏരിയയില് നമുക്കൊരു ഇത് കൺഫേം ചെയ്യാൻ പറ്റുമെങ്കിലും എപ്പോഴും ഇതൊരു സൈഡ് വേസിലേക്ക് പോകുന്ന സ്റ്റോക്കുകളാണ്. അതിന്റെ നിയറസ്റ്റ് ഹൈ പോയിന്റ് ഏതാണ് അതുകൂടി ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നതിന് ശേഷം ഈ ഏരിയയിലുള്ള റീട്രേസ്മെന്റ് കൂടി ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എൻട്രിയിലേക്ക് പോകേണ്ടത്. നേരെ മറിച്ച് അത് ഈ ഒരു പിന്നെ ക്യാൻഡലിന്റെ മൂവ്മെന്റ് നോക്കിയ ഒരു സൈഡ് വേസ് അതല്ലെങ്കിൽ എല്ലാ പിന്നെ മൂവിങ് ആവറേജുകളുടെ ഏരിയയിൽ വന്നിട്ട് സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു മൂവ്മെന്റ് കിട്ടിയാൽ പോലും ചിലപ്പോൾ സൈഡ് വേസ് ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു റീട്രേസ്മെന്റ് കിട്ടി ഒന്നുകൂടി മൂവ് ചെയ്യണം എന്ന് ഞാൻ പറയാനുള്ള കാര്യം. നേരെ മറിച്ച് ഇവിടെ നെക്സ്റ്റ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിലായിരുന്നു സൈഡ് വേസ് മൂവ്മെന്റ് ഒക്കെ വന്നത്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഗേറ്റ് വേ അപ് ട്രെൻഡ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ട്. കാരണം ഈ ഒരു സ്ട്രക്ചറൊക്കെ ഓൾറെഡി ചേഞ്ച് ചെയ്ത് സ്റ്റോക്ക് മൂവ് ആയി തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഒരു 2050 ക്രോസ് ഓവർ കിട്ടിയിരിക്കുന്നത്, ഗേറ്റ് വേ അപ് ട്രെൻഡ് എന്നുള്ള രീതിയിലുള്ള ക്രോസ് ഓവർ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്രോസ് ഓവർ കിട്ടി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എൻട്രി ആണ്. പക്ഷെ ഈ എൻട്രിയിലും നമുക്ക് നോക്കേണ്ട സിനാരിയോ എന്തൊക്കെയാണ്, ഈ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെയും നോക്കണം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പറയാമോ ഈ അടുത്ത ദിവസം കയറിയ? SVL Tech. SVL Tech. STT. STL. S for Singapore, P for police. T for tiger. STL. STL Tech ആണോ? ആണ്. ഓക്കെ, STL Tech നോക്കിയേ. STL Tech ശരിക്കും ഇതൊരു പെർഫെക്റ്റ് അപ് ട്രെൻഡിലായിരുന്ന സ്റ്റോക്ക് അല്ല. എന്നാലും ശരി ഇതൊരു എന്താ പറയുന്നത്, ഒരു പെർഫെക്റ്റ് അപ് ട്രെൻഡിലായിരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ശരിക്കും.
ആ പെർഫെക്റ്റ് അപ് ട്രെൻഡിലായ സ്റ്റോക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് ഒരു പാർഷ്യൽ ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. അതിനുശേഷം 200 മൂവിങ് ആവറേജ് ആ ഏരിയയിൽ വെച്ച് വീണ്ടും ആ ട്രെൻഡ് റിവേഴ്സ് ആയി കണ്ടിന്യൂ ചെയ്യുന്ന പോലാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ഈ സ്റ്റോക്ക് വന്നിട്ടേ ഇല്ല. ഇത് ഒരു എന്താ പറയുന്നത്, പാർഷ്യൽ ഡൗൺ ട്രെൻഡിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ 200 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഒരു നല്ല സപ്പോർട്ട് ഏരിയ ആണ്. ആ സപ്പോർട്ട് ഏരിയയിൽ വന്നു കഴിയുമ്പോൾ വീണ്ടും ഗേറ്റ് വേ അപ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ തന്നെ 220 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിനെ ഇവിടെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറുവാണ്. ഇത് കണ്ടോ, ഈ ഒരു പോയിന്റ് ആണ് 20 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് കയറിയിരിക്കുന്നത്. അതിനു മുമ്പ് 9 അതിനെ ക്രോസ് ചെയ്തു, ഓൾറെഡി ക്രോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ റീട്രേസ് ചെയ്തു. വീണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് 200 ക്രോസ് ചെയ്ത് മുകളിൽ കയറി. ഇവിടെ നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. അവിടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാ, ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എൻട്രി അല്ല. കണ്ട, ആ ഒരു പോയിന്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എൻട്രി അല്ല. ആ ഒരു ക്യാൻഡിലെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടി. കണ്ടോ, ആ ഒരു ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തു. എവിടെയായിരുന്നു ആ വന്നത്, ആ ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തു. സൈഡ് വൈസ് മൂവ് ചെയ്തു. ആ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയ പോയിന്റിൽ ഈ ഒരു പോയിന്റാണ് നമുക്ക് എൻട്രി കിട്ടിയത്. എൻട്രി കിട്ടിയതിന് ശേഷം പിന്നെ ആ സ്റ്റോക്ക് കയറിപ്പോയി. ആ ഒരു ലെവലിൽ താഴത്ത് വന്നിട്ടില്ല, കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ആ കയറിയ ടൈമിൽ നോക്കി, നമ്മൾ എൻട്രി എന്ന് പറഞ്ഞ സമയത്ത് MACD ബുള്ളിഷാണ്. അതുപോലെ തന്നെ പാരബോളിക് സ്റ്റാർ അതിന്റെ താഴത്താണ്. പെട്രോഫോഴ്സ് ബോഡി ഓക്കെ ആണ്. അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം നോക്കിയേ, നമ്മൾ ആ 1 അവറിൽ പോയിട്ട് വരച്ച ലൈനാണ് കാണുന്നത്. 1 അവറിൽ പോയല്ല വരച്ച ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നീറ്റായിട്ട് തപ്പായി കയറി പോയിട്ടുണ്ട്. ഇതാണ് ഗേറ്റ് വേ ഓഫ് അപ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത്. ഇത് ശരിക്കും ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നില്ല, ഒരു ഗേറ്റ് വേ എന്ന് നമുക്ക് ഈ സ്റ്റോക്കിനെ പറയാൻ പറ്റത്തില്ല. STL ടെക്കിന് ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് വേണം പറയാനായിട്ട്. ഒരു പെർഫെക്റ്റ് അപ് ട്രെൻഡിലായ സ്റ്റോക്കാണ്. ഇവിടുന്ന് ഒരു എന്താ പറയുക, ഇവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡ്, ഈ ഒരു ഏരിയയിൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു ഈ സ്റ്റോക്ക്. നമുക്ക് 200 മൂവിങ് ആവറേജിന്റെ ലൈൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു താഴത്തേക്ക് വന്നിട്ട് ഇവിടം വരെ, ഈ ഒരു ഏരിയ വരെ ഒരു 200 മൂവിങ് ആവറേജ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇവിടെ നിന്ന് റിവേഴ്സലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും ഇത് ഇവിടെ 200 മൂവിങ് ആവറേജ് പോയ സ്റ്റോക്ക് തിരിച്ച് വന്ന് വീണ്ടും ഒരു റീട്രേസ് ചെയ്ത് മുകളിലേക്ക് കയറുവാണ്. ഈ ഒരു എന്താ പറയുന്നത്, ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് വേണം നമുക്ക് ഇതിനെ പറയാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിന്റെ സ്വിംഗ് ലോ, നിയറസ്റ്റ് സ്വിംഗ് ലോ, നമുക്ക് ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ആ സ്റ്റോപ്പ് ലോസ് അതിന്റെ 200 മൂവിങ് ആവറേജ് ആയിരിക്കണം വെക്കേണ്ടത്, അല്ലെങ്കിൽ 20 മൂവിങ് ആവറേജ് സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കേണ്ടത്. ഏറ്റവും പിന്നെ അഗ്രസീവായിട്ട് വളരെ പിന്നെ എന്താ പറയുക, ഷോർട്ട് ടൈം ആയിട്ടുള്ള ട്രേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ അവർ വെക്കേണ്ടത് എപ്പോഴും 20 മൂവിങ് ആവറേജ് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുക. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കൺഫേം ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ 50 മൂവിങ് ആവറേജോ 200 മൂവിങ് ആവറേജോ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുക. 200 മൂവിങ് ആവറേജ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ മാത്രമേ വെക്കാവുള്ളൂ. ഇനി അഥവാ ഇതൊന്നും താല്പര്യമില്ല, എൻട്രി പ്രൈസ് ഇവിടെയാണ്, ഓക്കെ, ആ തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിന്റെ ലോ, ഇപ്പൊ നമ്മൾ ഏതാണ് ഒരു കൺഫർമേഷൻ കിട്ടിയ ക്യാൻഡിൽ ഏതാണ്, ആ ക്യാൻഡിലിന്റെ തന്നെ ലോ വേണമെങ്കിൽ നമുക്ക് എൻട്രി പിന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. അത് വളരെ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്നവര്. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, അടുത്തടുത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടേ കയറി പോകാൻ പോണേ. അപ്പോ ചിലപ്പം ഇങ്ങനെയൊക്കെ പിന്നെ വളരെ ചെറിയ കേൾക്കുന്നില്ല. ഇപ്പൊ 40s അങ്ങനെയല്ലേ, 40s ഹെൽത്ത് കെയർ
ഫോർട്ടീസ് ഹെൽത്ത് കെയർ അങ്ങനെയല്ലേ? ഓക്കെ. നമ്മളിപ്പം ഇതിപ്പം ആ സിനാരിയോ നോക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാലേ നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റിൽ നമുക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചാർട്ടുകളൊക്കെ നോക്കാം. അല്ലെങ്കിൽ നമ്മളെ ക്ലാസ് ഡ്രാഗ് ആയി പോകും. 2200 ക്രോസ് ഓവർ ചെയ്യല്ലേ? 2200 ക്രോസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സഡൻ മൂവ്മെന്റ് എല്ലാ കേസിലും കിട്ടുമോ? സഡൻ മൂവ്മെന്റ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പീക്കായിട്ട് ഇങ്ങനെ കയറി പോകുന്ന അതാ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഈ 200 മൂവിങ് ആവറേജിന്റെ ആ ഏരിയയിലുള്ള ക്രോസ് ഓവറുകൾ ഈ സെയിം രീതിയിൽ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരേ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന 200 മൂവിങ് ആവറേജ് എപ്പോഴും ക്രോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ഏരിയകളിൽ വരുമ്പോഴും ആ ഏരിയയിൽ ഒരു ഹൈ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും. എപ്പോഴും ശ്രദ്ധിച്ചോ. അല്ലെങ്കിൽ ഈ ക്രോസ് ഓവറുകൾ തന്നെ മോണിറ്റർ ചെയ്ത് പിന്നെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത് മൂവിങ് ആവറേജിന്റെ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന 200 മൂവിങ് ആവറേജും 150 മൂവിങ് ആവറേജും ജസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുമായിട്ട്. സോ ആ രീതിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് വരുമ്പോൾ ആ ഏരിയയിലുള്ള പ്രൈസ് മൂവ്മെന്റ് വരുമ്പോൾ എപ്പോഴും എൻട്രി എടുക്കുന്ന ചെറിയ ടൈം ഫ്രെയിമിൽ ഇട്ടിട്ടാണോ ഈ കേസിൽ? നമുക്ക് എപ്പോഴും എൻട്രി എടുക്കുന്നത് ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കി എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ എടുക്കുന്ന ദിവസം തന്നെ ആ സ്റ്റോക്ക് ഒരുപാട് താഴത്തേക്ക് പോകുന്ന ഒഴിവായി കിട്ടും. പക്ഷെ എൻട്രി എടുക്കാനായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ചിലപ്പം ഈ ഒരു ക്യാൻഡലിൽ നമ്മൾ ഇവിടെ നമുക്കൊരു ക്രോസ് ഓവർ എക്സ്പെക്റ്റീവ് ആണ്. കണ്ടോ, ഇത് ഞാൻ ഇവിടെ തൊട്ടടുത്ത ക്യാൻഡലിലാണ് ക്രോസ് കൺഫേം ആയത്. പക്ഷെ ഇവിടെ ഇത് ക്രോസ് ആയി, ഇവിടെ ഒരു റീട്രേസ്മെന്റ് കിട്ടി, നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യുവാണ്. ഈ ഒരു ലൈൻ വരച്ചിട്ട് എക്സ്പെക്ട് ചെയ്യുവാണ്. 1 അവറിലേക്ക് നമ്മൾ പോയിട്ട് നോക്കുക. പിന്നെ 1 അവറിലേക്ക് നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ആ ഒരു ക്യാൻഡിലിനെ വെച്ചിട്ട് ആ ക്യാൻഡിലിന്റെ പ്രൈസ് ബ്രേക്ക് ചെയ്യണം. അതാണല്ലോ പ്രൈസ് ആക്ഷൻ. ആ ക്യാൻഡിലിന്റെ പ്രൈസ് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം ഈ ക്യാൻഡിലിനെ വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്യാൻഡിൽ ആ പ്രൈസ് ബുള്ളിഷ് ആയിട്ടില്ല. എപ്പോഴാണോ ആ ക്യാൻഡിലിന്റെ പ്രൈസ് ബ്രേക്ക് ചെയ്തത് നമുക്ക് എൻട്രി ആകും. പാനലിന്റെ പ്രൈസ് ഇവിടെ നമുക്ക് ഇവിടെ വിക്ക് മാത്രമേ ബ്രേക്ക് ആയിട്ടുള്ളൂ, ഇവിടെയും വിക്ക് മാത്രമേ ബ്രേക്ക് ആയിട്ടുള്ളൂ. ഇത് ഇവിടെയാണ് നമുക്ക് ബോഡി ബ്രേക്ക് ആക്കിയിട്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ബോഡി ബ്രേക്ക് ആക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ എൻട്രി എടുത്തു, എന്നാൽ നെക്സ്റ്റ് ക്യാൻഡിൽ 1 അവർ ക്യാൻഡിൽ താഴ്ത്തു വന്നു. ഓക്കെ, നോ ഇഷ്യൂസ്. 20 മൂവിങ് ആവറേജ് ഇവിടെ താഴ്ത്താണ്, ഒരുപാട് കയറി പോകുന്നു. പിന്നെ നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ ഡേ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് വേണം സ്റ്റോപ്പ് ലോസ് മോണിറ്റർ ചെയ്യാനായിട്ട്. സ്റ്റോപ്പ് ലോസ് 200 മൂവിങ് ആവറേജ് ആണോ അതോ 20 മൂവിങ് ആവറേജ് ആണോ? കുറച്ച് ലോങ്ങിലേക്കാണ് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 200 മൂവിങ് ആവറേജിന് നമുക്ക് എടുക്കാം. ഇതിപ്പം നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു സിഗ്നൽ നമുക്ക് തന്നപ്പോ തന്നെ ഇവിടെ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ ഗോൾഡൻ ക്രോസ് ഓവറിന്റെ സിഗ്നൽ നമുക്ക് വരുന്നുണ്ട്. ഒരു നെക്സ്റ്റ് ബുള്ളിഷ് ആണെന്ന്, അല്ലെങ്കിൽ നെക്സ്റ്റ് പോസിറ്റീവ് ക്രോസ് ഓവറിന്റെ സിഗ്നൽ ആണെന്ന്, അല്ലേ? സോ നമുക്ക് വേണമെങ്കിൽ ഇത് നെക്സ്റ്റ് വെയിറ്റ് ചെയ്യാം, ഇത് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഗോൾഡൻ ക്രോസ് ഓവർ നടക്കുമോ ഇല്ലയോ? ഈ പിന്നെ നമ്മൾ 20 അല്ലെങ്കിൽ 9 എന്നുള്ളൊരു മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്ന ഒരു സ്പീഡിൽ ഒരിക്കലും 2050 ക്രോസ് ആവുന്നില്ല. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടായിരിക്കത്തില്ല ഈ മൂവിങ് ആവറേജിന്റെ അലൈൻമെന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു ക്രോസ് ഓവർ ഇപ്പൊ ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇതൊന്ന് ക്രോസ് ഓവർ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത്. അല്ലെ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, ഇങ്ങനെ പോയിട്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് കൺഫർമേഷൻ കിട്ടുന്നത്. ഇവിടെ ഒന്നുകൂടി ഇത് റീട്രേസ് ചെയ്ത് വന്ന് അല്ലെങ്കിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഒന്നുകൂടി 20 മൂവിങ് ആവറേജിനെ ടച്ച് ചെയ്താണ് പോണെങ്കിൽ ഇത് കണ്ടോ, ഈ ഏരിയയിലൊക്കെ നോക്കി ഇവിടെ വന്നു, 20യുടെ അടുത്ത് വന്നു തിരിച്ചു പോയി, 20യുടെ അടുത്ത് വന്നു തിരിച്ചു പോകുന്നു. ആ ഒരു രീതി ഈ സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പം വീണ്ടും ഇത് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി 20യിൽ വന്ന് ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ റീട്രേസ് ചെയ്ത് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോയിട്ടായിരിക്കാം ഇത് ഈ ഒരു ക്രോസ് ഓവർ നടക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു സ്വിങ് ലോ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു മൂവ്മെന്റ് എത്രയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് ഒരു 5% ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, ആ ഒരു 5% കൂടുതൽ ലോയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രെൻഡ്
നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിമിൽ ട്രെൻഡ് മോശമാണ്. അതല്ലെങ്കിൽ ഇപ്പം ഇന്നത്തെ പോലെ ഒരു പിന്നെ അൺഎക്സ്പെക്ടഡ് സെല്ലിങ് വന്നു, ഓക്കെ, അത് നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാം ക്യാൻഡില്. നെക്സ്റ്റ് ഡേ എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതും നമ്മുടെ ക്രോസ് ഓവർ നോക്കേണ്ടത് 2015 ക്രോസ് ഓവർ ആണ് നോക്കേണ്ടത്. ബാക്കി കണ്ടീഷൻസ് എല്ലാം സെയിം ആണ്. നമ്മള് ഹൈക്കിനാഷി കാര്യങ്ങൾ നോക്കിയത് കണ്ടല്ലേ, ഇവിടെ ഒരു ഇൻഡിസിഷൻ ആയിരുന്നു. ഓൾറെഡി ഇവിടെ നമുക്ക് ഗ്രീൻ ഓൾറെഡി കൺഫേം ആയി പോകുന്നുണ്ട് ഈ ഒരു ഇതിനകത്ത്. ഇവിടെ ഹൈക്കിനാഷി വന്നിട്ടുണ്ട്, പാരബോളിക് സാർ താഴത്താണ്, MACD സിഗ്നൽ ഉണ്ട്, എൽഡർ ഫോഴ്സ് വോളിയം നമുക്ക് എൻട്രി തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടി, നമ്മൾ എൻട്രി എടുക്കാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഞാൻ മാത്രം നോട്ട് ചോദിക്കാൻ, എനിക്കറിയാത്തോണ്ട് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. ആശാൻ ഇതിനകത്ത് എൻട്രി എടുത്തോ? ഏതായിരുന്നു? ഞാനോ? ഈ പറഞ്ഞ രണ്ടെണ്ണത്തെ അതിന് ടില്ലോ ആദ്യത്തെ TILനെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു, അത് എൻട്രി എടുത്തായിരുന്നു. അങ്ങനെയല്ല, അപ്പം ഈ ഒരു നെക്സ്റ്റ് സ്ട്രാറ്റജിയാണ്. അത് ഞാൻ പിന്നെ ആ TIL അത് നോക്കാനുള്ള റീസൺ വേറെയാണ്. TIL ഞാൻ മിനിഞ്ഞാന്ന് നോക്കിയപ്പോൾ പിന്നെ ലാസ്റ്റ് 1 hour വന്ന ഒരു ക്യാൻഡില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് വന്നത്. ഞാൻ മറ്റേ ഗ്രൂപ്പിൽ ചോദിച്ചില്ലായിരുന്നു, മറ്റേ ഒരു ബിൽപ്രോയുടെ ലാസ്റ്റ് 1 hour ക്യാൻഡിൽ വന്ന ഒരു ഡിഫറൻസ് ചോദിച്ചില്ലായിരുന്നു? അത് തന്നെ, ആ സെയിം സ്റ്റോക്ക്, ആ സ്റ്റോക്കും അതുപോലെ തന്നെ ബിൽപ്രോയും പിറ്റേ ദിവസം 10% കയറിയായിരുന്നു. 10% കയറിയിട്ട് പിന്നെ 6% താന്നായിരുന്നു. പക്ഷെ ബിൽപ്രോ ഒരു എൻട്രി ഒന്നും തന്നില്ലായിരുന്നു. ബിൽപ്രോ നേരെ കയറി പോയത്, കാരണം ഓപ്പൺ ആയപ്പോ തന്നെ ഒരു 7-8% അപ്പായിരുന്നു. പിന്നെ അതിനകത്ത് എൻട്രി ഇല്ലല്ലോ. പക്ഷെ TIL അങ്ങനെ ആയിരുന്നില്ല. TIL നല്ലൊരു എൻട്രി തന്നിട്ട് 10% കയറിപ്പോയി, അത് സസ്റ്റെയിൻ ചെയ്തു. അപ്പൊ ഈ കേസിൽ ഇപ്പൊ ബിൽപ്രോ മാതിരി ക്രോസ് ഓവർ നടന്ന അടുത്ത ദിവസം നമ്മൾ എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഗ്യാപ്പ് ഒരു 7% കയറുവാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കാതിരിക്കുന്നില്ല അല്ലേ? അതെ, എൻട്രി എടുക്കാതിരിക്കാൻ നല്ലത്. പിന്നെ നെക്സ്റ്റ് റീട്രേസ്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യുക ബെറ്റർ. 7% കയറി പോയി കഴിഞ്ഞാൽ ഇപ്പൊ നല്ലൊരു ബുള്ളിഷ് ബുള്ളിഷ് നിഫ്റ്റിയും എല്ലാം നല്ല ബുള്ളിഷ് ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എടുത്താൽ കയറി പോകും. നമ്മള് ഏത് പിന്നെ സ്ട്രാറ്റജി ആയാലും വിജയിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം ഇന്നലെ കയറി പോയ സാധനം ഇന്നത്തെ പോലത്തെ ഒരു മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ അടിഞ്ഞു പോകും. ആവശ്യമില്ല, ഒരുപാട് ഗ്യാപ്പ് അപ്പിൽ വന്ന് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക നല്ലത്. അല്ലെങ്കിൽ അത് ആ ദിവസം വെയിറ്റ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും താഴെ വരുവാണെങ്കിൽ അവിടുന്ന് വീണ്ടും റീട്രേസ് ചെയ്യാൻ കൊടുക്കല്ലേ? അത് അങ്ങനെ ഏതൊരു സ്റ്റോക്ക് ഞാൻ കുറെ ദിവസം നോക്കി വന്ന് കയറിപ്പോയ ഒരു സ്റ്റോക്കാണ് മഹാത്മാ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റീൽ ട്യൂബ്. ഞാൻ ആ സമയത്ത് ചോദിച്ചിട്ട് ഇതിനകത്തുണ്ട്. ഞാൻ ഇങ്ങനെ കുറെ ദിവസം നോക്കി, അതായത് എല്ലാ ക്രോസ് ഓവറുകളും വളരെ അടുത്ത് വന്നിട്ട് ബാക്കി എല്ലാ സെറ്റപ്പും തന്ന് കയറിപ്പോയ ദിവസം അത് 20% കയറിപ്പോയി. അതായത് തുടങ്ങിയപ്പോ തന്നെ 14%, 15% വന്ന് ട്രേഡ് ചെയ്തിട്ട് 20% കയറിപ്പോയി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു 20% കയറി പോയതല്ലേ, ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, വിട്ടേക്കാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡേ അതുപോലെ തന്നെ 20% കയറി. അതായത് ഒരു ഭയങ്കര ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് 40-50% ഒറ്റയടിക്ക് കയറിപ്പോയി. പക്ഷെ അത് നമ്മൾക്ക് നമ്മുടെ ഒരു ഐറ്റമേ അല്ലായിരുന്നു. അതിനകത്ത് നമുക്കൊരു എൻട്രി ചാൻസേ ഇല്ല. കാരണം അതിനകത്ത് പോയൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ റീട്രേസ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ മേടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനം എല്ലാം അത്രയും ഡൗൺ ആവും. അപ്പൊ നമുക്കൊരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഫോളോ ചെയ്യാൻ പറ്റത്തേ ഇല്ല. അപ്പൊ നമ്മൾ സ്ട്രാറ്റജി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. സ്ട്രാറ്റജി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി നോക്കി വെക്കുക. നമുക്ക് നമ്മുടെ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുക. അടുത്തതാണ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 200 മൂവിങ് ആവറേജിന് മുകളിലായിരിക്കണം. 200 മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കില് ഒരു പാർഷ്യൽ ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ആയ ഒരു സ്റ്റോക്ക് അത് വീണ്ടും
ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ അത് 20 മൂവിങ് ആവറേജ് 15 ക്രോസ് ചെയ്യുന്നു. പക്ഷെ ഈ സമയത്ത് അത് 200 മൂവിങ് ആവറേജിന്റെ മുകളിലായിരിക്കണം ആ സ്റ്റോക്കിന്റെ പ്രൈസ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ എൻട്രി ക്രൈറ്റീരിയ. നമ്മുടെ സ്ട്രാറ്റജി 3 ഇതാണ്. സ്ട്രാറ്റജി 3യുടെ കണ്ടീഷൻസ് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഒന്ന് 20 മൂവിങ് ആവറേജ് 50 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുന്നു. അത് 200 മൂവിങ് ആവറേജിന്റെ മുകളിലായിരിക്കാം. അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി വേണ്ടവർക്ക് 9 മൂവിങ് ആവറേജ് 50നെ ക്രോസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാം. ബാക്കി എല്ലാ സിനാരിയോസും ഇതുപോലെ തന്നെ സെയിം ആവണം. പാരബോളിക് സാറ്, MACD, എൽട്രഫോഴ്സ് വോളിയം, ഹൈക്കനാഷി ക്യാൻഡിൽ, ഈ ഒരു എല്ലാ സിനാരിയോയും ഓക്കെ ആയിരിക്കണം. പക്ഷെ 20 മൂവിങ് ആവറേജ് 50നെ ക്രോസ് ചെയ്യേണ്ടത് 200 മുകളിലായിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി നമ്പർ 3. മഹീന്ദ്ര 200 ക്രോസ് ചെയ്യാൻ പാടില്ല താഴോട്ട്. ഇതാണ്, അതായത് പിന്നെ ഈ സ്റ്റോക്ക് ഓൾറെഡി അപ് ട്രെൻഡിൽ, ഇത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. അതായത് ഓൾറെഡി അപ് ട്രെൻഡിൽ ഉള്ളൊരു സ്റ്റോക്കാണ്. അപ് ട്രെൻഡിൽ ഉള്ളൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഈ അപ് ട്രെൻഡ് 200 മുകളിൽ തന്നെ കടന്ന് കളിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം നമുക്ക് ആ 200 മൂവിങ് ആവറേജിന്റെ ലൈൻ നോക്കിയാൽ നേരെ മുകളിലത്തെ ഇത് ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ സ്റ്റോക്ക് കാണിക്കുന്നത് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് 200 മൂവിങ് ആവറേജിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ ഷോർട്ടർ മൂവിങ് ആവറേജ് നമ്മളെ കാണിച്ചു തരുന്നത് ഇതൊരു പാർഷ്യൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇത് ഇവിടെ ഈ ഏരിയ എന്ന് വെച്ചിട്ട്, ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നിട്ട് ഒരു പാർഷ്യൽ ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ആയി. ഇവിടെ വന്നു, വീണ്ടും ആ സ്റ്റോക്ക് 20 മൂവിങ് ആവറേജിനെ 50നെ 20 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ആ സെയിം ടൈമിന് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ടൈമിന് നമുക്ക് എന്താ പറയുന്നത്, MACD വീക്ക് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MACD വീക്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് ആ ഒരു ഏതാണോ ടൈം ഫ്രെയിമിൽ നോക്കേണ്ടത് ആ ടൈം ഫ്രെയിമിൽ ഇത് സ്ട്രെങ്ത് ആയിട്ട് ഈ ഏരിയയിൽ ഇവിടെ ചിലപ്പോൾ ഒരു റീട്രേസ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ആ റീട്രേസ്മെന്റ് വരെ വെയിറ്റ് ചെയ്ത് ഈ MACD വീണ്ടും നമുക്കൊരു സിഗ്നൽ തരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വേണം എൻട്രി എടുക്കാനായിട്ട്. ഇതിനകത്തെ ആദ്യം ആ എൽഡർ ഫോഴ്സ് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു അത് കുഴപ്പമില്ല. ഈ എൽഡർ ഫോഴ്സ് വോളിയം ഇവിടെയോ ഈ ഏരിയയിലോ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് ഓൾറെഡി നോക്കിയേ, SML ഇവിടെയായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഈ ഏരിയ. 20-200 ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറി കേട്ടോ. ഈ ഒരു പോയിന്റിൽ 20-200 ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറി വീണ്ടും വന്നു 15 സപ്പോർട്ട് എടുത്തു, കയറി പോന്നു, കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ക്ലിയർ അല്ലേ? ഹലോ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവരും ഇതിന്റെ നോട്ട് എഴുതിയിടണം, എന്നിട്ട് വേണം എനിക്ക് വായിച്ചു പഠിക്കാൻ. കൈകൊണ്ട് നോട്ട് വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതി പോസ്റ്റ് ചെയ്യണം ഗ്രൂപ്പിൽ, എന്നിട്ട് അത് വായിച്ചു വേണം എനിക്ക് പഠിക്കാൻ. ഹലോ, ആരും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് എടുത്ത് ഞാൻ ഉറങ്ങിപ്പോയി ഒരു സൈഡിൽ വന്നിട്ട്. നിങ്ങൾ മോഡുലേഷൻ കുറവാ, വോയിസ് സാറ് സെയിം ടോണിൽ എന്റെ കണക്ക് തന്നെ പറഞ്ഞു പോന്നെ, അതുകൊണ്ട് എല്ലാരും ഇരുന്ന് ഉറങ്ങാൻ തോന്നും. അടുത്തത് പെർഫെക്റ്റ് അപ് ട്രെൻഡ്. അതായത് പെർഫെക്റ്റ് അപ് ട്രെൻഡ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഒരു എൻട്രി കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു എൻട്രി നമുക്ക് ഏറ്റവും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് ഒരു പെർഫെക്റ്റ് അപ് ട്രെൻഡിലുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോ നമുക്കൊരു പെർഫെക്റ്റ് അപ് ട്രെൻഡിലേക്ക് വന്നൊരു സ്റ്റോക്ക് ആണെങ്കിൽ, ഇപ്പം ഈ ഒരു ഏരിയയിൽ പെർഫെക്റ്റ് അപ് ട്രെൻഡിലേക്ക് വന്നൊരു സ്റ്റോക്കാണ്, നമുക്കറിയാം 20-200 ക്രോസ് ചെയ്ത് കയറി. ഞാൻ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റോക്കിനെ വെച്ചാണ് പറയുന്നത്. അതിലേക്ക് പോവാം. LTF
എപ്പോഴാ കഴിക്കുന്നത്? 15 മിനിറ്റ്. ഇത് കണ്ടോ ഈ ഒരു ഹലോ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ബാറിൽ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പുറത്തടിയാ ജോബിനാ വന്നേ. ഈ ഒരു സിനാരിയോ കണ്ടില്ലേ ഇവിടെ ഈ ഒരു നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയില് ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ ഐഡിയകൾ നമുക്ക് കിട്ടും. ഈ ഒരു അപ് ട്രെൻഡ് ആയിരുന്നു ഈ സ്റ്റോക്ക്. ഇത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 200 മൂവിങ് ആവറേജ് ഫ്ലാറ്റ് ആയിട്ട് വന്നു. ആ സമയത്ത് ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ് എന്ന് നമുക്ക് ഇത് ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ് എന്ന്. ഇവിടെ ആയാൽ പോലും 20 അല്ലെങ്കിൽ പിന്നെ ഒരു 15 200 അങ്ങോട്ട് നമുക്കൊരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ് എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. ഇവിടെ ഒരു 150 200 താഴത്ത് പോയ സമയത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മോളി വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ഒരിക്കലും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ആ സമയത്ത് ഓക്കെ, എന്നാലും ഒരു സൈഡ് വേസ് ഉള്ള മൂവ്മെന്റ് ആണ് ഇത് കാണിച്ചു തന്നത്. എന്നാലും നമ്മൾ 200 മൂവിങ് ആവറേജിന്റെ താഴത്ത് പ്രൈസ് പോയി കുറച്ച് നാള് അത് സൈഡിൽ തന്നെ കിടന്ന് കളിച്ചു. അതിനുശേഷം നമുക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ക്ലിയർ ഡയറക്ഷൻ അല്ലെങ്കിൽ താഴത്തേക്കാണോ മുകളിലേക്കാണോ അങ്ങനെ ഒരു ഡയറക്ഷനും തരാതെയാണ് ഈ സ്റ്റോക്ക് പോയിരിക്കുന്നത്. കണ്ടോ, പിന്നെ അത് ഇവിടെ ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു കുറച്ച് ദിവസത്തെ ഒരു ട്രേഡിങ്ങിന്റെ അല്ലെങ്കിൽ നോക്കിയേ കുറച്ച് ദിവസത്തെ ഒരു ട്രേഡിൽ വന്ന ഒരു ഡൗൺ ആണ്. 1 2 3 4 5 5 6 ക്യാൻഡിൽ കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത ഡൗൺ ആണ്. അത് സൈഡ് വൈസ് തന്നെ പോവുക. ഈ ഒരു എക്സ്പാൻഷൻ നമുക്ക് അങ്ങനെ നോക്കണ്ട, കാരണം ഒരു 5 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡൗൺ ആണത്. അതിനുശേഷം ഈ സൈഡ് വൈസ് തന്നെ പോവുക. പല പ്രാവശ്യം ഇത് ക്രോസ് ചെയ്യുന്നു തിരിച്ചു വരുന്നു, ക്രോസ് ചെയ്യുന്നു തിരിച്ചു വരുന്നു, ക്രോസ് ചെയ്യുന്നു തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പൊ ഈ ടൈപ്പിൽ ഒരു സൈഡിൽ അപ്പ് ആൻഡ് ഡൗൺ ക്രോസ് ഓവറുകളൊന്നും നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ തരത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏരിയകളിൽ 2015 ക്ലോസ് 20 പിന്നെ ഏതെങ്കിലും ലൈൻ ഇപ്പൊ ഈ ഒരു ഏരിയ നമുക്കറിയാം, ഇവിടെ പല പ്രാവശ്യം ക്ലോസ് ചെയ്യാൻ പോയി ഫെയിൽ ആയ ഏരിയ. ഈ ഒരു ഏരിയയിലും നമ്മളൊന്ന് എൻട്രി എടുക്കരുത്, കാരണം നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇത് സൈഡ് വൈസ് ആണെന്ന്. പിന്നെ ഈ ഒരു എന്താ പറയുന്നത്, ഇവിടെ ഏരിയ ഒന്ന് നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് 200 മൂവിങ് ആവറേജ് ഉണ്ട്. അത് അതിനേക്കാൾ വലിയ റെസിസ്റ്റൻസ് ആണ്. ഒരിക്കലും ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്യരുത്, കാരണം നമുക്കറിയാം 200 മൂവിങ് ആവറേജ് വളരെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലൈൻ ആണെന്നുള്ളത്. സോ ഇതിവിടെ വന്നു. നോക്കിയേ, ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ 9 മൂവിങ് ആവറേജ് 15 ക്രോസ് ചെയ്ത് 200 ക്രോസ് ചെയ്ത് മുകളിൽ കയറി നമുക്കൊരു എൻട്രി സിഗ്നൽ ഇവിടെ കിട്ടി. പക്ഷെ ഈ ഒരു സ്റ്റോക്ക് അപ്പ് ആൻഡ് ഡൗൺ സൈഡ് വൈസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 20 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് കയറി. അപ്പോൾ ഒരു ഗേറ്റ് വേ ഓഫ് അപ് ട്രെൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാമായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് സിനാരിയോസ് എന്ന്. വർക്കൗട്ട് ചെയ്യണം. ആ ഒരു ലൈൻ ഞാൻ ഒന്നുകൂടി ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ പോവാണ്. 1 അവറിലേക്ക് മാറ്റി. കിട്ടുമോ? 1 അവറിലേക്ക് മാറ്റി. 1 അവറിലേക്ക് മാറ്റി നോക്കി ആ ക്യാൻഡിൽ നോക്കി. ആ ക്യാൻഡിൽ അതിനുശേഷം ഞാൻ ആ ക്യാൻഡിലിന്റെ മുകളിൽ ഒരു ലൈൻ വരച്ചു. ആ ക്യാൻഡിലിന്റെ മുകളിൽ വരച്ച ലൈനിൽ ഓക്കെ, അടുത്ത ക്യാൻഡിൽ തന്നെ അതിന്റെ ബോഡി അതിന്റെ മുകളിൽ ക്രോസ് ആയി. കണ്ടോ, ആ വന്ന ലൈൻ വരച്ച ക്യാൻഡിൽ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന നെക്സ്റ്റ് അതിന്റെ ബോഡി മുകളിൽ ക്ലോസ് ആയി. ക്ലോസ് ആയപ്പോൾ ഞാനൊരു എൻട്രി കൺഫേം ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ എനിക്കൊരു എൻട്രി ആയിരുന്നു. ആ ഒരു മൂവ്മെന്റ് എത്രയെന്നാണ് 171 284 വരെ പോയി. സോ
1 hour ടൈം ഫ്രെയിമിൽ തന്നെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഒരു എക്സിറ്റിംഗ് സിഗ്നലും കിട്ടി 176 കണ്ടോ, ഇത് കണ്ടോ, ഒരു ഇവിടെ നമുക്കൊരു എക്സിറ്റ് സിഗ്നലും കിട്ടി. 9:15 ക്രോസ് ചെയ്ത് താഴ്ത്തിട്ട് വന്നു. നമുക്കൊരു എക്സിറ്റ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം 1 hour നോക്കുവാണെന്നുണ്ടെങ്കിൽ. ഞാൻ വീണ്ടും അവിടെ ഒരു എൻട്രി എനിക്ക് ഒരു സെറ്റപ്പ് കിട്ടി. ഞാൻ വീണ്ടും ഡേ ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. ഡേ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലായിരുന്നു എനിക്ക് എൻട്രി കിട്ടിയത്. അതിനുശേഷം ഇത് വന്നു 200 മൂവിങ് ആവറേജിന്, ഇത് നോക്കിയേ 20 മൂവിങ് ആവറേജിനെ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തു, താഴത്ത് വന്നു. വീണ്ടും ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്തു. നമുക്ക് ഇറങ്ങാനുള്ളൊരു സിഗ്നലാണ് കാണിച്ചത്. അതായത് നമ്മൾ നോർമലി 20 മൂവിങ് ആവറേജ് ആണല്ലോ നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് താഴത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്നു. നമ്മൾ എൻട്രി എടുത്ത ലൈൻ തന്നെ ഏകദേശം 170 മുകളിലായിരുന്നു. പിന്നെ ആ ഒരു സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ 160 വരുമ്പോൾ 20 പോയിന്റ് ഡൗൺ ആയി, 10% ഡൗൺ ആയി. സ്വിങ്ങുള്ള എല്ലാവരും ഓക്കെ, ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടി. അടുത്ത ക്യാൻഡിലും അതിന്റെ താഴത്ത് തന്നെ റെസിസ്റ്റൻസ് അടിച്ച് താഴത്തോട്ട് പോകുന്നു. നമ്മൾ ഇറങ്ങാനുള്ള സിനാരിയോ ആണ്. അതിനുശേഷം ആ സ്റ്റോക്ക് കയറിപ്പോയത് അവിടെ നിന്ന് ഇവിടം വരെയാ. സോ നമ്മള് ഈ ഒരു സിനാരിയോയില് ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ നോക്കുവാണെങ്കിലും നമ്മള് ഈ പറയുന്ന ഇവിടെ ഒരു ഗോൾഡൻ ക്രോസിന്റെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഗോൾഡൻ ക്രോസിന്റെ എക്സ്പെക്ടേഷനിൽ നമ്മള് ഈ ഒരു എക്സിറ്റ് എടുക്കാതിരുന്നെങ്കിൽ നമുക്കറിയാം ഇത് കണ്ടോ, ഇവിടെ കംപ്രഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 200 മൂവിങ് ആവറേജും 50 കൂടി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു കംപ്രഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കംപ്രഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ്, ഒരാഴ്ചത്തെ പ്രൈസ് ഒന്നും നമ്മുടെ 200 മൂവിങ് ആവറേജ് 50 മൂവിങ് ആവറേജ് ഈ ഒരു സിനാരിയോനെ നമുക്ക് എഫക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഒരാഴ്ചത്തെയോ അല്ലെങ്കിൽ 2 ആഴ്ചത്തെയോ പ്രൈസ് മൂവ്മെന്റ് ഒന്നും. കാരണം ഇവിടെ നേരെ ഇവിടം വരെ പോയിട്ടുണ്ട്. സൈഡ് വേസ് ആണ്, കാര്യമായിട്ടുള്ള ഒന്നുമില്ല. നേരെ 50 മൂവിങ് ആവറേജിന്റെ ലൈനിൽ യാതൊരു ഫ്ലക്ച്വേഷനും വന്നിട്ടില്ല. അത് ഇവിടുന്ന് ക്ലിയർ ആയി. നമ്മൾ ആ സമയത്ത് ഈ ഒരു കൺഫർമേഷൻ വൺസ് നമുക്ക് കൺഫർമേഷൻ കിട്ടി, അടുത്ത കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് മൂവിങ് ആവറേജ് 50-200 മുകളിലെ മൂവിങ് ആവറേജ് വെച്ച് നമ്മൾ നോക്കിയിരുന്നെങ്കിൽ പിന്നെ അടുത്ത് നമുക്കൊരു എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയേ, ഇവിടെ നമുക്കൊരു എക്സിറ്റ് ആയി. കാരണം ഇവിടെ വന്നു, പ്രൈസ് താഴ്ത്ത് വന്നു, 200 മൂവിങ് ആവറേജിന്റെ താഴ്ത്ത് വന്നു, എക്സിറ്റ് ആയി. ആ സെയിം ടൈമിന് നമ്മൾ 20 മൂവിങ് ആവറേജ് തന്നെയാണ് നമ്മളൊരു സപ്പോർട്ടായിട്ട് കാണുന്നത്. ഞാൻ പറയുന്നത് ഡിഫറെന്റ് ആസ്പെക്ട് ആണ്. നമ്മൾ എങ്ങനെ ഒരു ചാർട്ട് നോക്കി കാണുന്നു എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മളെ ക്യാൻഡിലിനെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു എക്സിറ്റ് എന്ന് പറയുന്നത്. നേരെ അതേ സമയത്ത് തന്നെ ഇവിടെ 9 മൂവിങ് ആവറേജ് ഒരിക്കലും 20 മൂവിങ് ആവറേജിന് താഴ്ത്തേക്ക് പോയിട്ടില്ല. അപ്പൊ നമുക്ക് 9 മൂവിങ് ആവറേജ് താഴ്ത്ത് പോകുന്നതിന് വെയിറ്റ് ചെയ്തെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്കൊരു എൻട്രി ആയിരുന്നു, നമുക്കൊരു ഹോൾഡിംഗ് ആയിരുന്നു. നമ്മൾ 9 മൂവിങ് ആവറേജ് 20 ക്രോസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ 50 ക്രോസ് ചെയ്യുന്നതാണ് നമ്മളൊരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെ എത്തിയ ടൈമിന് നമ്മുടെ പൊസിഷൻ എല്ലാം നമ്മൾ ക്ലിയർ ആവും. നമ്മൾ എത്ര പോയിന്റ് കിട്ടും, നമുക്കൊരു ഇവിടെ 171 ഒരു 200 പോയിന്റിൽ നമ്മൾ എക്സിറ്റ് ആവും. ഓക്കെ, ഇവിടെ ലോയും ക്രിയേറ്റ് ആയി. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി. ഈ ലോനെ ബീറ്റ് ചെയ്ത് താഴത്ത് പോവുകയും ചെയ്തു. ഈ ഏരിയയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഈ ഒരു ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാണിച്ചു തന്നു. ഇവിടെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോയിട്ട് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ലോവർ ലോ ക്രിയേറ്റ് ആയ ടൈമിന് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഓൾറെഡി വന്നു കഴിഞ്ഞു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. പക്ഷെ ഈ സാധനം വീണ്ടും കയറി, വീണ്ടും ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു കയറുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് തിരിച്ച് എൻട്രി എടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സോ അവിടെ നിന്ന് കയറിപ്പോയത് നോക്കിയേ എത്ര പോയിന്റ് വരെയാണ്, 324. അപ്പൊ ഇവിടെ ഒരു എൻട്രി എടുത്ത് ഓക്കെ, ഇവിടെയാണ് നമ്മൾ വീണ്ടും ഒരു എൻട്രി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ വീണ്ടും ക്ലോസ് ചെയ്യുവാണ്. ഇവിടെ 20 ആണെങ്കിൽ സപ്പോർട്ട് എടുത്ത് കയറി. 20 ഒരിക്കലും 50 ക്രോസ് ചെയ്ത് താഴ്ത്ത് വന്നിട്ടില്ല. 9 മൂവിങ് ആവറേജ് 50 ക്രോസ് ചെയ്ത് താഴ്ത്ത് വന്നു. ഓക്കെ, 9 മൂവിങ് ആവറേജും 50 മൂവിങ് ആവറേജും കൂടി നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എക്സിറ്റ് കിട്ടി.
20യും 15 വെച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എക്സിറ്റ് ടെക്നിക്കൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല. കണ്ടോ, ആ ഒരു ഏരിയ നേരെ പോയി 20 15 ക്രോസ് ചെയ്ത് താഴത്ത് വന്നത് എവിടെ വെച്ചാണ്? 303 വെച്ചിട്ടാണ്. സോ നമ്മൾ ഓരോ സ്റ്റോക്കും എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പലപ്പോഴും നമ്മളുടെ പ്രോഫിറ്റും ലോസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു എൻട്രി കിട്ടി. ഈ എൻട്രി കിട്ടിയിട്ട് നമ്മൾ 9 20 വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു എൻട്രി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് നമുക്കൊരു എക്സിറ്റ് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി അഥവാ നമ്മൾ ക്യാൻഡിൽ മാത്രം വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിൽ ഇവിടെ തന്നെ നമുക്കൊരു എക്സിറ്റ് കിട്ടി. ആ ഒരു റണ്ണിന് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. കണ്ടോ, ഇവിടെ തന്നെ നമുക്കൊരു എക്സിറ്റ് കിട്ടി. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി പാരബോളിക് സ്റ്റാർ മുകളിലാണ്, MACD ലൈൻ ക്രോസ് ചെയ്ത് താഴ്ത്ത് വന്നു കഴിഞ്ഞു. നമുക്ക് പിന്നെ എല്ലാ ബെയറിഷും ഇവിടെ കാണിച്ചു തന്നു. ഇവിടെ എല്ലാ ബെയറിഷും കാണിച്ചു തന്നു. സ്റ്റോക്ക് മൂവായി, കണ്ടോ, പോയി. നേരെ മറിച്ച് നമ്മള് 20യും 15 തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിപ്പോയാൽ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. ഓക്കെ, എന്നാലും അതിനെ ബ്രേക്ക് ചെയ്ത് താഴ്ത്ത് വന്നില്ല. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. ഇവിടെ നമ്മുടെ മൈൻഡ് കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. മൈൻഡ് കൺട്രോൾ വെച്ച് നമ്മളത് ഹോൾഡ് ചെയ്തു. നമുക്ക് ഇടം വരെ അതിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക. സോ ഈ പറയുന്ന ഫോർത്ത് സ്ട്രാറ്റജി എപ്പോഴും പറയുന്നത് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ആണ്. നമുക്ക് ഇതിനകത്ത് ഓക്കെ, ഇവിടെ ഒരു എൻട്രി ഇവിടെയല്ല, ഇതിനകത്ത് ഇവിടെയാണ് നമുക്കൊരു എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇത് 15 അല്ലെങ്കിൽ 20 വന്ന് എപ്പോ സപ്പോർട്ട് എടുത്ത് കയറുന്നു, ഒരു പെർഫെക്റ്റ് അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് അതിന് മുമ്പിലുള്ള എവിടെയാണ് സപ്പോർട്ട് എടുക്കണത് നമ്മൾ നോക്കും. ഇവിടെ ഈ ഏരിയ തൊട്ട് നമുക്കൊരു പെർഫെക്റ്റ് അപ് ട്രെൻഡ് ആയി കഴിഞ്ഞു. ഈ സ്റ്റോക്ക് പെർഫെക്റ്റ് അപ് ട്രെൻഡ് ആയി ഈ ഏരിയയിൽ വെച്ചിട്ട് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് പെർഫെക്റ്റ് അപ് ട്രെൻഡ് ആയി കഴിഞ്ഞു. പിന്നെ എവിടെയാ 20 വന്ന് സപ്പോർട്ട് എടുത്ത് കയറി, ഇവിടെ ഒരു എൻട്രി ആയിരുന്നു. വീണ്ടും 20 സപ്പോർട്ട് എടുത്തു, ഇവിടെ വീണ്ടും ഒരു എൻട്രി ആണ്. 20 വന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഒരു എൻട്രി ആണ്. അത് ഇവിടെയും 20 സപ്പോർട്ട് എടുത്തു, ഒരു എൻട്രി ആണ് നേരെ. പക്ഷെ ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇവിടെ പൊട്ടി താഴത്ത് വന്നു, ഇവിടെ നമുക്ക് എക്സിറ്റ് അടിക്കേണ്ട അവസ്ഥ വന്നേനെ. സോ സ്ട്രാറ്റജി 4 എപ്പോഴും നമുക്ക് ഇൻഡെക്സും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുക്കുക. കാരണം ആ ഒരു പെർഫെക്റ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പെർഫെക്റ്റ് ആ ട്രെൻഡിൽ നമുക്കൊരു എന്താ പറയുന്നത് ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ വൺസ് ട്രെൻഡിങ് മാർക്കറ്റിൽ ഏറ്റവും വർക്കാവുന്ന ഒരു സാധനം സ്ട്രാറ്റജി 4 ആണ്. ഞാൻ കഴിഞ്ഞ ബാച്ചില് എടുത്തപ്പോഴുള്ള സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മോശമായിരുന്നു. നിഫ്റ്റിയും ഇൻഡെക്സും അതുപോലെ സ്റ്റോക്കുകളുടെ പിന്നെ പ്രൈസ് ഒക്കെ ഇതിനേക്കാളും താഴ്ത്തി കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, പിന്നെ നിങ്ങളാരും സ്ട്രാറ്റജി 4 തൽക്കാലം പ്രാക്ടീസേ ചെയ്യേണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ബാച്ചിലുള്ളവരോട് പറഞ്ഞത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പെർഫെക്റ്റ് അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ആശാനെ ഒരു ഡൗട്ട്. ഈ 19,000 സ്റ്റോക്കിനകത്ത് നിന്ന് ഈ ക്രോസ് ഓവർ വരുന്ന എപ്പോ കണ്ടുപിടിക്കാം? അങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാവർക്കും തോന്നിയ ഡൗട്ട് ആയിരിക്കും. അതിനല്ലേ ആശാൻ പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ എങ്ങനെയാണ് ഒരു സ്ക്രീനർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പഠിപ്പിക്കാൻ പോണേ. നിങ്ങൾക്ക് സ്ക്രീനർ ഷെയർ ചെയ്താലും മതി. അല്ല, ആദ്യം ഇവര് പഠിക്കട്ടെ, അതിനുശേഷം ഇവര് കണ്ടുപിടിക്കട്ടെ, അതിനുശേഷം ഷെയർ ചെയ്താൽ മതി. സ്ക്രീനർ ഷെയർ ചെയ്യാം. സ്ക്രീനർ ജസ്റ്റ് പിന്നെ ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്ട്രാറ്റജി ആണ്. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യേണ്ടത് എന്താണ്? ട്രൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് സിനാരിയോ കറണ്ട് പ്രൈസ് 200 മൂവിംഗ് ആവറേജ് താഴേക്കായിരിക്കണം. 9 മൂവിംഗ് ആവറേജ് 15 ക്രോസ് ചെയ്യുന്നു. ഈ രണ്ട് സിനാരിയോ മാത്രമുള്ള ഒരു സ്ക്രീനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് നോക്കി ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിലുള്ളവരോട് ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി സ്ക്രീനർ ഇപ്പൊ ഉണ്ടാക്കിയിടുന്നവര്. എനിക്ക് ഈ ബാച്ചിലുള്ള സ്ക്രീനറൊക്കെ അറിയാൻ തോന്നുന്നു. സ്ക്രീനർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞത് പിന്നെ ഫസ്റ്റ് ബാച്ചിലുള്ളവർ നമ്മൾ അത് അവിടെ നിന്ന് പഠിച്ചതാണ്. ആർക്കും സ്ക്രീനർ ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സ്ക്രീനിന്റെ സിനാരി വിട്ട് കഴിഞ്ഞപ്പോൾ പകുതിയിലധികം പേരും ഞാനത് അതിനകത്തല്ലല്ലോ വിട്ടെ,
പകുതിയിലധികം പേരും സ്ക്രീനർ ഉണ്ടാക്കിയിട്ടിരുന്നു. പലരും 3-4 പ്രാവശ്യം റോങ് ആയിട്ടുള്ള സ്ക്രീനർ ഉണ്ടാക്കിയിട്ടാണ് അതിന്റെ കറക്റ്റ് സ്ക്രീനറിലേക്ക് പോയി. ടീച്ചറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടായിരുന്നു. എക്സ്പേർട്ട് ആണ്. എന്റെ 10ാമത്തെ സ്ക്രീനിന്റെ ക്ലാസ് വരെ അറ്റൻഡ് ചെയ്ത രമണി ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ട്. അല്ല, രമൺ ടീച്ചർ അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടായിരുന്നു. കാരണം ഞാൻ രമൺ ടീച്ചറിന്റെ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ രമൺ ടീച്ചറാണ് ഏറ്റവും ആദ്യം കൊണ്ട് കിട്ടത്. അത് ടീച്ചർ എന്റെ എല്ലാ സ്ക്രീനർ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തേ ചാർട്ടിങ്ങിന്റെ. ആണോ? അല്ല, പിന്നെ നമ്മൾ ട്രൈ ചെയ്യണം. നമ്മള് പിന്നെ ആ സ്ക്രീനർ ഉണ്ടാക്കാൻ നോക്കാന്നാണ്. റെഡിമെയ്ഡ് ആയിട്ടൊരു സ്ക്രീനർ കൈ കിട്ടണതും ആ സ്ക്രീനറിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നതും സിനാരിയോ ഉണ്ടാക്കുന്നതും നമ്മൾ ചാർട്ട് നോക്കുന്നതിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. റെഡിമെയ്ഡ് ആയിട്ടൊരു സ്ക്രീനർ കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ എത്രയോ സ്ക്രീനർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ചാർട്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഫ്രീ ആയിട്ടുള്ള എന്തോരം സ്ക്രീനർ ഉണ്ടാവും. പക്ഷെ ആ സ്ക്രീനറിലൊക്കെ എന്തൊക്കെയാണ് എഴുതിയിട്ടിരിക്കുന്നതെന്നോ ആ സ്ക്രീനർ എന്താണ് ഉപയോഗിക്കുന്നതെന്നോ നമുക്കറിയത്തില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഷംസുക്ക എഴുതി അയച്ചാണ്. ഇൻഡിക്കേറ്ററാണ് അത് കറക്റ്റ് ആയിട്ട്. പിന്നെ എന്താ പറയുന്നത്, അതും മൂവിങ് ആവറേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആ ഇൻഡിക്കേറ്റർ കിട്ടിയ ഉടനെ ഞാൻ നോക്കിയത് ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ സ്ക്രിപ്റ്റ് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരെ ChatGPT കൊണ്ട് ഇട്ട് നോക്കി എന്താണ് സ്ക്രിപ്റ്റ് കൊണ്ട് ഫിൽട്ടറായി വന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്ന ഔട്ട്കം എന്താണ്. അല്ലാതെ ഒരു സ്ക്രീനർ എവിടെയെങ്കിലും ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് ചാടിക്കറി ബൈ ചെയ്യാൻ പറ്റില്ല. അത് എന്താണ് ബൈ ചെയ്യാനുള്ള റീസൺ കാണിച്ചു തരുന്നതെന്ന് നമുക്ക് ആദ്യം അറിയാം. അപ്പൊ ആ റീസൺസ് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓക്കെ ബാക്കിയുള്ള സിനാരിയോസ് ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. അത് നമ്മളുടെ ഒരു ട്രേഡിങ് ഐഡിയ ആയിട്ട് ക്ലബ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ സിനാരിയോസ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഫ്രഷ് മൈൻഡിൽ ചെയ്യുക. ഇത് ആദ്യം തന്നെ ഈ ഒരു വലിയ എമൗണ്ട് ഒന്നും ഇട്ടിട്ട് ആരും പ്രൈസ് സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ട്, ഇത് 100% സക്സസ് ആയിരിക്കും, ജെറും ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോബി ജെറിനും കൂടി ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്, ഇത് സക്സസ് ആയിരിക്കും എന്ന് പറഞ്ഞ് ആരും ചാടിക്കാറുണ്ട്. എല്ലാ സ്ട്രാറ്റജിയും മാർക്കറ്റിന് അഗേൻസ്റ്റ് ആയിട്ടൊന്നും പോകത്തൊന്നുമില്ല. ഒരു സ്ട്രാറ്റജിയും മാർക്കറ്റ് അഗേൻസ്റ്റ് ആയിട്ട് പോകത്തില്ല. മാർക്കറ്റ് നല്ല അടിപൊളി ഡൗൺ ട്രെൻഡിൽ പോകുന്ന സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ട്രാറ്റജിയും പൊട്ടിക്കയറിയിരിക്കും. സോ മാർക്കറ്റ് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ട്രാറ്റജിയും വർക്കാവും. ഇനി അഥവാ ഒരു സൈഡ് വൈസ് ആണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും. ഒരു സ്വിംഗ് ട്രേഡ് നമ്മളൊരു നമ്മളൊരു പേഷ്യൻസും അതുപോലെ നമുക്ക് എത്ര നാൾ മോണിറ്റർ ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ നാൾ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യിക്കുന്നത്. എനിക്ക് പല സ്റ്റോക്കുകളും 30%, എനിക്ക് മോട്ടിലാൽ ഓസോൺ ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്, അതെന്റെ 55% ലോസ് വന്ന സ്റ്റോക്ക് ഞാൻ വിറ്റത് 120% ഞാൻ വിറ്റത്. അപ്പോൾ ഞാൻ അതിന്റെ ഫണ്ടമെന്റൽസും അതുപോലെ തന്നെ അതിന്റെ ഇത് നോക്കുമ്പോഴും അത് പിന്നെ കുറച്ച് പേരോടൊക്കെ ചോദിക്കുമ്പോഴും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു കയറും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം എന്തായാലും ഇത്രയും കോൺഫിഡൻസ് കിട്ടിയെങ്കിലും വളരെ താഴെ പോയിട്ടൊന്നും ഞാൻ ആവറേജ് ചെയ്തില്ല. അപ്പൊ അത് 55% താഴെ പോയ സ്റ്റോക്ക് പിന്നെ തിരിച്ചു കയറി ഒരു 30%-ലേക്കൊക്കെ ആയപ്പോൾ ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഞാൻ വീണ്ടും ഒന്ന് ആവറേജ് ചെയ്തു. പക്ഷെ ആ സ്റ്റോക്ക് ഞാൻ വിറ്റത് 120%. അതുപോലെ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു എക്സിറ്റ് സിഗ്നൽ നോക്കാതെ കൈപ്പെട്ടു പോയ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. 96%-ൽ നിന്ന് 100-ലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത സ്റ്റോക്കാണ് അനന്തരാജ്. ഇപ്പം 0-0 കൈ കിടപ്പുണ്ട്. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞില്ലേ, ന്യൂജൻ രമൺ ഡിജിറ്റൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അത് ഓൾമോസ്റ്റ് 200%-ഓളം പ്രോഫിറ്റ് കിട്ടിയ സ്റ്റോക്കാണ്, കാണിച്ച സ്റ്റോക്കാണ്. എത്തിയ സമയത്ത് ഞാൻ 30% എന്റെ കയ്യിലുണ്ടായിരുന്ന 30% മാത്രം ഞാൻ സെല് ചെയ്തു. ഇപ്പൊ ആ സ്റ്റോക്ക് 0-0 ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് നെഗറ്റീവിലെത്തി. അതായത് 200% പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് തിരിച്ച് ഇപ്പൊ ആ റേഞ്ചിലേക്ക് വന്നു. അതായത് നമ്മള് ലോങ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പോലും ഒരു സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടാവണം. നമുക്കൊരു എൻട്രിയും എക്സിറ്റും ഒക്കെ ക്ലിയർ ആയിരിക്കണം. ചുമ്മാ അത് ലോങ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ ഒന്നാണത്. അത് നേരത്തെ എന്താ പറയുന്നത്, ഈ 200-നെ പൊട്ടിച്ച് താഴ്ത്തു വന്നു, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ താഴ്ത്തു വന്ന സമയത്ത് എനിക്ക് എക്സിറ്റ് എടുത്തിരുന്നെങ്കിൽ തിരിച്ച് കയറുമ്പോ എൻട്രി എടുത്താൽ മതി. എനിക്ക് ചിലപ്പം എന്താ പറയുന്നത്
30% പിന്നെ ലോസ് ആയാൽ പോലും ബാക്കി 70% ക്യാപിറ്റലാണ് സേവ് ആകുമായിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എനിക്ക് ഡീസെന്റ് ആയിട്ട് എടുക്കാം. ഏതാ ന്യൂജൻ ഇപ്പൊ എൻട്രി എടുക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ സീറോ അല്ലേ, ഞങ്ങൾക്ക് കൂടെ എൻട്രി എടുക്കാൻ പറ്റുമോ? IT അടിപൊളിയല്ലേ ഇപ്പം? IT AI എടുത്തുകൊണ്ട് പോവുക എന്നുള്ള പേരിലല്ലേ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ IT എൻട്രി ചെയ്യുന്നതാണോ നല്ലത്? നമ്മളെല്ലാം എന്തായാലും സർവീസ് സെക്ടറാണ്. നമ്മളെ കൂടുതലും ചെയ്യുന്ന മൊത്തം സർവീസാണ്. അപ്പോ പ്രത്യേകിച്ച് ന്യൂജന്റെ ബിസിനസ്സും അതുപോലൊക്കെ തന്നെയല്ലേ, IT ഓട്ടോമേഷനോ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ അല്ലേ, ബാങ്കിന്റെ അതും ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് AI വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് പിന്നെ അവർക്ക് എന്താ ഇമ്പോർട്ടൻസ്? ഓക്കെ. ഒരുപാട് പ്രോജക്റ്റ് കിട്ടി അല്ലെങ്കിൽ ഓർഡർ കിട്ടിയെന്ന് നമുക്കുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പിന്നെ ആ റിസൾട്ടിലേക്ക് കണ്ടില്ല എക്സിക്യൂട്ട് ആയിട്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? എങ്ങനെ സമ്മറൈസ് ചെയ്യാനായിട്ട്? സ്ട്രാറ്റജി 1 റിവേഴ്സൽ. അതെ, ഡൗൺ ട്രെൻഡിൽ നിന്നുള്ള റിവേഴ്സൽ ആണ്. ഓക്കെ, ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ്. ഓക്കെ, ഞാൻ പറയാം. സ്ട്രാറ്റജി 1 ഒരു പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിൽ നിന്നുള്ള റിവേഴ്സൽ ആണ്. ജസ്റ്റ് ആരെല്ലാം കൂടെ ചോദിച്ചതാ. നിങ്ങൾ വിളിച്ചോ? ശരി, അത് ഞങ്ങൾ ഇപ്പഴേ ചോദിച്ചോ? അപ്പോൾ സ്ട്രാറ്റജി 1 എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ ആണ്. റിവേഴ്സൽ പിന്നെ നമുക്ക് പിന്നെ റിവേഴ്സൽ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ് നമുക്കറിയാം. ആ കളർ കോഡിങ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കറിയാം പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡ് എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ അത് നോക്കി വെയിറ്റ് ചെയ്യും. 20 മൂവിങ് ആവറേജ് 15 ക്രോസ് ചെയ്യുന്നതാണ് നമുക്കൊരു എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളത് 200 മൂവിങ് ആവറേജ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആ ഒരു റേഞ്ചിലുള്ള ഒരു എൻട്രിനെയാണ് സ്ട്രാറ്റജി നമ്പർ 1 എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജി നമ്പർ 1 ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഇൻഡിക്കേറ്ററുകൾ എൽഡർ ഫോഴ്സ് വോളിയത്തിന് വേണ്ടി നോക്കുക, മൊമെന്റത്തിന് വേണ്ടിയിട്ട് MACD നോക്കുക, ഒരു ഡബിൾ കൺഫർമേഷൻ വേണ്ടിയിട്ട് പരബോളിക് സാറും അതുപോലെ തന്നെ ഹൈക്കനാഷി ക്യാൻഡലുകൾ നോക്കുക. ഇതാണ് സ്ട്രാറ്റജി നമ്പർ 1. ഓക്കെ, മനസ്സിലായില്ലേ? സ്ട്രാറ്റജി നമ്പർ 2 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡിലായിരുന്ന ഒരു സ്റ്റോക്ക്, പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡിലായിരുന്ന ഒരു സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലേക്ക് വരാനുള്ള സാധ്യതകളാണ്. ആ അപ് ട്രെൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേഷൻ ആണ് അല്ല, ആദ്യത്തെ പിന്നെ സിനാരിയോയില് പ്രൈസും അതുപോലെ എല്ലാ മൂവിങ് ആവറേജും 200 മൂവിങ് ആവറേജും താഴത്താണ്, ഒരുപാട് താഴത്താണ്. അത് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് 200 മൂവിങ് ആവറേജ് വരെ എത്തുന്നതാണ് നമ്മുടെ ടാർഗറ്റ്. രണ്ടാമത്തത് പ്രൈസ് ഓൾമോസ്റ്റ് 200 മൂവിങ് ആവറേജിന് മുകളിലായിരിക്കും. അതിന് ഓൾറെഡി 9 മൂവിങ് ആവറേജ് പിന്നെ ഓൾറെഡി 200 പാർഷ്യൽ ഡൗൺ ട്രെൻഡ് അല്ലല്ലോ, പാർഷ്യൽ അപ് ട്രെൻഡ് ആയില്ലേ? ഒരു പാർഷ്യൽ അപ് ട്രെൻഡിൽ നിന്ന് പെർഫെക്റ്റ് അപ് ട്രെൻഡിലേക്കുള്ള ഒരു ജേർണി. ഓക്കെ, അപ്പൊ ആദ്യം കളിക്കാനാണോ? ഓക്കെ, തരുമോ? അപ്പം ഞാൻ കൂടെ നൈസ് ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കാം. സോറി. അപ്പം ഈ പിന്നെ സ്ട്രാറ്റജി നമ്പർ 2 എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡൗൺ ട്രെൻഡിൽ നിന്നിട്ട് ഒരു പെർഫെക്റ്റ് അപ് ട്രെൻഡിലേക്കുള്ള ഒരു ജേർണിയാണ്. സോ അതാണ് നമ്മളതിനെ വേ ഓഫ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്, വേ ടു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത് 20 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിനെ ക്ലോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണ്. 20 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിനെ ക്ലോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ടൈം എന്ന് പറയുന്നത് ഓൾറെഡി 9 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിന് മുകളിലായിരിക്കും, പ്രൈസും 200 മൂവിങ് ആവറേജിന് മുകളിലായിരിക്കും, അല്ലേ? ഓക്കെ, ആ സിനാരിയോയില് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ?
കാർബോണിക് സ്റ്റാർ അങ്ങനെയുള്ള എല്ലാ ഇൻഡിക്കേറ്ററുകളും ഓക്കെയാണ്, നമുക്ക് എൻട്രി ആണ്. ആ സമയത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50യുടെയും 200യുടെയും ഡയറക്ഷൻ എങ്ങനെയാണ്, അതും ക്ലോസ് ആയിട്ട് വരുവാണോ, നമ്മുടെ 50-200 ക്രോസ് ഓവർ, അതായത് ഗോൾഡൻ ക്രോസ് ഓവർ സംഭവിച്ചു, അത് അടുത്ത പോസിറ്റീവ് ആണ്. നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ റൈഡ് ചെയ്യാൻ പറ്റും ആ സ്റ്റോക്കിനെ. ഓക്കെ, എപ്പോഴും ഞാൻ L&T ഫിനാൻസിന്റെ സ്റ്റോക്കിൽ കാണിച്ചു തന്നതുപോലെ എങ്ങനെയാണ് എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഷോർട്ട് ട്രേഡ് ആണ് പ്ലാൻ ചെയ്യണമെങ്കിൽ 9-20 ക്രോസ് ചെയ്യുമ്പോൾ ഇറങ്ങി പോവാം. അല്ല കുറച്ചുകൂടി ലോങ് ആണ് നോക്കണമെങ്കിൽ 9-15 ക്രോസ് ചെയ്യുമ്പോൾ ഇറങ്ങി പോവാം. ഇനി അഥവാ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ 20-15 ക്രോസ് ചെയ്യുമ്പോൾ ഇറങ്ങി പോവാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ തന്നെ ചാർട്ടുകളിൽ നോക്കുക, ഒബ്സർവ് ചെയ്യുക, കൺഫേം ചെയ്യുക. ഇതാണ് സ്ട്രാറ്റജി നമ്പർ 2. ഓക്കെ, ഇനി സ്ട്രാറ്റജി നമ്പർ 3 അത് പറഞ്ഞാൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. ഒരു അപ് ട്രെൻഡിൽ ഇരിക്കുന്ന ഒരു സ്റ്റോക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു പാർഷ്യൽ ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. പാർഷ്യൽ ഡൗൺ ട്രെൻഡിൽ വന്ന സ്റ്റോക്ക് വീണ്ടും അത് 200 മൂവിംഗ് ആവറേജിന്റെ മുകളിൽ വെച്ച് തന്നെ ആ സമയത്ത് ബാക്കി എല്ലാ മൂവിംഗ് ആവറേജും 200 മൂവിംഗ് ആവറേജിന്റെ മുകളിലാണ്, പ്രൈസും 200 മൂവിംഗ് ആവറേജിന്റെ മുകളിലാണ്. ആ ഒരു സിനാരിയോയില് 20 മൂവിംഗ് ആവറേജ് വീണ്ടും 15 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. 20-15 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ബാക്കിയുള്ള ഇൻഡിക്കേറ്ററുകളും കാര്യങ്ങളും എല്ലാം അതേപോലെ വരണം. അതാണ് സ്ട്രാറ്റജി നമ്പർ 3. ക്ലിയർ ആയോ? ആശ ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് സ്ട്രാറ്റജി നമ്പർ 4. സ്ട്രാറ്റജി നമ്പർ 4 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടേയിരിക്കുന്ന സ്റ്റോക്കാണ്. കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് റിപ്പീറ്റഡ് ആയിട്ട് സപ്പോർട്ട് എടുക്കുന്നത് ഏത് മൂവിംഗ് ആവറേജിന്റെ അതെന്ന് നോക്കുക. ഒരു സ്വിംഗ് ലോ വരുമ്പോൾ ഏത് മൂവിംഗ് ആവറേജിൽ നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നത്, ആ സപ്പോർട്ട് എടുത്ത് കയറുന്ന സമയത്ത് അതിനകത്ത് എൻട്രി എടുക്കുക. നമുക്ക് അതിനകത്ത് ക്രോസ് ഓവറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സമയം ആ മൂവിംഗ് ആവറേജിനെ വീണ്ടും ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുക്കുന്ന ടൈമിൽ നമുക്കൊരു എൻട്രി എടുക്കുക. അത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്റ്റോപ്പ് ലോസുകൾ എപ്പോഴും വെക്കുന്നത് നമ്മളുടെ ഹോൾഡിംഗ് പീരീഡ് എങ്ങനെയാണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 5-6 മാസം ഹോൾഡ് ചെയ്യാവുന്ന ഉദ്ദേശത്തിലാണ് ഒരു സ്റ്റോക്ക് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 20 മൂവിംഗ് ആവറേജോ 50 മൂവിംഗ് ആവറേജോ വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി അഥവാ ഒരു 2-3 ഹോൾഡ് ചെയ്യുന്ന പറയുന്ന ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ 20 മൂവിംഗ് ആവറേജ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. 20 മൂവിംഗ് ആവറേജും ക്യാൻഡിലും വെച്ചിട്ട്. ഇനി അഥവാ ക്രോസ് ഓവർ തന്നെയാണ് നിങ്ങൾക്ക് മൂവിംഗ് ആവറേജ് ആയിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 9 മൂവിംഗ് ആവറേജ് 20നെ ക്രോസ് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ വേണമെങ്കിൽ അതിനൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണാം. 9 മൂവിംഗ് ആവറേജ് 15നെ ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണാം. അതല്ലെങ്കിൽ 20 മൂവിംഗ് ആവറേജ് 15നെ ക്രോസ് ചെയ്ത് വരുമ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണാം. പക്ഷെ ഈ ഒരു ക്രോസ് ഓവർ തന്നെ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണിക്കുമ്പോൾ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 എന്നുള്ളൊരു പോയിന്റിൽ നമുക്കൊരു എൻട്രി എടുത്തു. ആ പോയിന്റിൽ ചിലപ്പം ആ സ്റ്റോക്ക് 150 വരെ കയറി. നമുക്കൊരു ക്രോസ് ഓവറിൽ നമുക്കൊരു എക്സിറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ 130 വന്നിട്ടേ അത് എക്സിറ്റ് ആയി തരുള്ളൂ. അപ്പോ നമ്മൾ ആ ആദ്യം കിട്ടിയ ഒരു ഫുൾ മൊമെന്റം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഈ 150 വരെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 140 വരെ എത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ നമുക്ക് 20% 20 നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഒരു പോസിറ്റീവ് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് 200 വരെ പോയി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു ഫുൾ മൊമെന്റം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ചെറിയൊരു ചെറിയ മൂവിംഗ് ആവറേജോ അല്ലെങ്കിൽ ടൈം ഫ്രെയിമിലോ വെച്ച് നമ്മൾ എക്സിറ്റ് എടുക്കുമ്പോൾ നമ്മൾ 100 കയറി 120 ജസ്റ്റ് ക്യാൻഡില് 9നെ ക്രോസ് ചെയ്ത് താഴ്ത്തു വന്നിട്ട് 20 ക്രോസ് ചെയ്ത് വന്നു. ഓക്കെ, നമ്മൾ ആ 20ന്ന് ഒരു 15 അല്ലെങ്കിൽ 130ന്ന് 125 എത്തിയപ്പോൾ നമുക്ക് എക്സിറ്റ് കിട്ടും, ഇറങ്ങാം. നമ്മളവിടെ ഇറങ്ങി, പക്ഷെ അത് റിവേഴ്സായി വീണ്ടും അതുപോലെ തന്നെ ചിലപ്പോൾ 150ലേക്കോ അല്ലെങ്കിൽ 160ലേക്കോ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനോട് കൂടിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു 3% അല്ലെങ്കിൽ 5%, 6% വെച്ചിട്ടാണ്. അത് നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഇറങ്ങി.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ റിസ്ക് റിവാർഡ് നിങ്ങൾ നോക്കുക. ഒരിക്കലും 100 പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു 1:1 എങ്കിലും റിസ്ക് റിവാർഡ് ഫേവർ ആയിട്ട് നമുക്ക് ഉണ്ടാവണം. അതായത് 90 താഴെ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് പോകരുത്. 10 പോയിന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 10 പോയിന്റിൽ കൂടുതൽ ഒരിക്കലും റിസ്ക് റിവാർഡ് പോകരുത്. അങ്ങനെയെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്താൽ 5 ടാർഗറ്റുകളും 5 സ്റ്റോപ്പ് ലോസും വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ 0 ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, ഇനി അങ്ങനെ അല്ല, പിന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് 1:2 ആണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് 120 ആണ് നമ്മുടെ ടാർഗറ്റ്, 90 ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ചുമ്മാ കയറി ടാർഗറ്റ് വെക്കാനും സ്റ്റോപ്പ് ലോസ് വെക്കാനും അല്ല പറയുന്നത്. നമ്മൾ 200 മൂവിങ് ആവറേജുമായിട്ടുള്ള ഡിസ്റ്റൻസ് അത് 10 പോയിന്റ് ഡൗൺ ഉണ്ടാകാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് സ്വിങ്ങിലോ 10 പോയിന്റ് ഡൗണേ ഉണ്ടാകാവുള്ളൂ. അതല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് 10% യൂസ് കഴിച്ചിട്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അതിനകത്ത് എന്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ പിന്നെ 130 എത്തി, 140 എത്തി, എന്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ 125 വെച്ചെന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ലോജിക്കൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അതിന് പ്രീവിയസ് ക്യാൻഡലിന്റെ ലോ എങ്കിലും, ക്യാൻഡിൽ മാത്രമാണ് നോക്കണമെങ്കിൽ ഒരു പ്രീവിയസ് ക്യാൻഡലിന്റെ ലോ എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പിന്നെ ടാർഗറ്റിനേക്കാളും ആ സെയിം റേഞ്ച് എങ്കിലും പിന്നെ കിട്ടിയെങ്കിൽ, ആ സ്റ്റോപ്പ് ലോസിന്റെ ഡിസ്റ്റൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മള് പിന്നെ ചലഞ്ചിലൊക്കെ ഇടുന്ന സ്റ്റോക്കുകൾ ശ്രദ്ധിച്ച് കാണും. അത് ചിലപ്പോൾ നമ്മൾ പറന്ന് കയറി പോകുന്ന സ്റ്റോക്ക് എടുത്തിട്ടായിരിക്കും ചലഞ്ചിലിടുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും പിന്നെ റിയൽ ആയിട്ട് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി അങ്ങനെയുള്ള സ്റ്റോക്കുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഒരാള് ചലഞ്ചിൽ വിൻ ചെയ്യുവാണ്, ഓക്കെ, ചിലപ്പോൾ 50% എത്തിയെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ 77 പ്രാവശ്യമായി ആ ചലഞ്ച് നടത്തുന്നത്. ഒരു വീക്കിൽ 50 മോളില് ടാർഗറ്റ് എത്തിയ സിനാരിയോ എന്ന് പറയുന്നത് മാക്സിമം 3-4 പ്രാവശ്യമാണ്. ആ പിന്നെ സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആ ഒരു പീക്കിന് അതുപോലുള്ള താഴേറ്റം വേണ്ടിയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും എനിക്ക് തോന്നുന്നു ഹരിയില ഇട്ട സ്റ്റോക്കാണ് പിന്നെ 60% മുകളിൽ പോയില്ലേ ഒരു സ്റ്റോക്ക്, അത് അലൂമിനിയത്തിന്റെ സ്റ്റോക്ക്. ആ സ്റ്റോക്ക് അതിന് ശേഷം മോണിറ്റർ ചെയ്തു, അതുപോലെ തന്നെ തിരിച്ചൊരു 50% ആ ഒരു റേഞ്ച് നല്ല രീതിയിൽ താഴത്തെ തിരിച്ചു വന്നു ആ സ്റ്റോക്ക്. മാധവ് കോപ്പർ അതുപോലെ കയറിപ്പോയ സ്റ്റോക്കാണ്, 65% കയറിപ്പോയ സ്റ്റോക്കാണ്, അതുപോലെ തന്നെ തിരിച്ചു താഴ്ത്തു വന്നു. ലുലു വിട്ടൊരു സ്റ്റോക്ക് അതുപോലെ 72% കയറിപ്പോയ സ്റ്റോക്കാണ്. അത് ഞാൻ പിന്നെ മോണിറ്റർ ചെയ്തിട്ടില്ല, ആ സ്റ്റോക്ക് ഞാൻ മോണിറ്റർ ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പം ഇൻഫോബീൻ അതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് 2 UC ഒക്കെ തന്നിട്ട് 50% കയറിപ്പോയ സ്റ്റോക്കാണ്, അതുപോലെ തന്നെ തിരിച്ചു താഴ്ത്തു വന്നു. സോ നമ്മള് ഇതുപോലെ ഭയങ്കരമായിട്ട് പിന്നെ കയറി പോകുന്ന സ്റ്റോക്കുകൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോ അതേപോലെ തിരിച്ചിറങ്ങാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജോബിച്ചേട്ടൻ ഇനി ചിലപ്പോൾ വാല്യുവേഷനൊക്കെ പറ്റിയ ക്ലാസ് എടുക്കുമായിരിക്കും. ഇത് അഡ്വാൻസ്ഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ജോബിച്ചേട്ടൻ വാല്യുവേഷനൊക്കെ പറ്റി ക്ലാസ് എടുക്കുമായിരിക്കും. ഒരു നല്ല ട്രെൻഡിങ് മാർക്കറ്റിലാണെങ്കിൽ വാല്യുവേഷൻ ഒന്നും നോക്കാതെ സ്റ്റോക്കും കയറി പോയിക്കൊണ്ടേയിരിക്കും. അതല്ല അത്യാവശ്യം സൈഡ് വേസ് ആയിട്ട് പോകുന്ന, അതിനെ ഇൻഡെക്സിനെ ഉദ്ദേശിച്ചത്, സൈഡ് വേസ് ആയി പോകുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ ഈ പറയുന്ന വാല്യുവേഷനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാല്യുവേഷൻ നോക്കാതെ നമ്മൾ ഓടി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസത്തെ ആ സ്റ്റോക്ക് മൂവ്മെന്റ് തരും, പക്ഷെ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് അത് തിരിച്ച് താഴ്ത്തിട്ട് വരും. എപ്പോഴും അതിന്റെ ഒരു പിന്നെ ഇപ്പൊ ഇന്നലെ രണിച്ചേട്ടനിട്ടൊരു പിന്നെ വീഡിയോ ഇല്ലേ, നമ്മളൊരു ബിയർ ഒഴിക്കുമ്പോൾ അതിന്റെ പതയാണ് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞിട്ട്, ആ ഒരു അവസ്ഥയായിരിക്കും. കാരണം അതിന്റെ ശരിക്കുമുള്ള വാല്യൂ ആയിരിക്കത്തില്ല അതിനകത്ത് കാണുന്നത്. അപ്പൊ ആ കൊമളയിൽ ചെന്ന് പെട്ടുപോയായിരിക്കും. ഇതൊക്കെ തന്നെ. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജികളെല്ലാം കഴിഞ്ഞു, മൂവിങ് ആവറേജിന്റെ സെറ്റപ്പുകളെല്ലാം കഴിഞ്ഞു. ഇതോടുകൂടി മൂവിങ് ആവറേജിന്റെ സെറ്റപ്പിന്റെ ക്ലാസ്സുകൾ തീർന്നിരിക്കുകയാണ്. അപ്പൊ നാളെ തൊട്ട് താല്പര്യമുള്ളവർക്ക് മാത്രം സ്ട്രാറ്റജി 1 പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. സ്ട്രാറ്റജി 1ന്റെ ഹോംവർക്കുകൾ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം കൂടി ഒരു സമയത്ത് ചെയ്യേണ്ട. സ്ട്രാറ്റജി 1ന്റെ ഹോംവർക്ക് അപ്ഡേറ്റ് ചെയ്യുക നാളെ. ഗ്രൂപ്പ് 1-ലുള്ളവരും കുറെ പേരുണ്ട്, റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ഗ്രൂപ്പിലെ ഹോംവർക്കുകൾ. ഓക്കെ, ഒരാഴ്ച കൂടി ഞാൻ പിന്നെ മ്യൂച്വൽ ഫണ്ട്സിന്റെ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു ക്ലാസ് കൂടി എന്റെ പെൻഡിങ് ഉള്ളൂ. ക്ലാസ് ഇന്ന് കഴിഞ്ഞോ? എന്റെ പരിപാടി കഴിഞ്ഞു.
അപ്പൊ ഇനി അടുത്ത ആഴ്ച എടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തിട്ട് 4 സ്ട്രാറ്റജി. അതേ ഉള്ളൂ. ഇനി പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതിയല്ലോ. ഒരു വെള്ളിയാഴ്ച ഒരു ഡൗട്ട് ക്ലിയറിംഗ് വല്ലതും ചെയ്താൽ മതി. അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്താൽ മതി. 4 സ്ട്രാറ്റജിയുടെ പ്രസന്റേഷൻ ചെയ്തിട്ട്. ഓക്കെ, ആയിക്കോട്ടെ. അല്ലെ, നമ്മുടെ ഭാഷ എങ്ങനെ പിന്നെ ഡൗട്ട് ഇല്ലാത്ത ഭാഷയാണ് നമ്മുടെ. കാര്യമായിട്ട് ഡൗട്ടൊന്നുമില്ല, എല്ലാ ഒറ്റടിക്ക് മനസ്സിലാവും. ഇവരെല്ലാം എക്സ്പേർട്ടുകളാണ്. അതെ. അപ്പൊ ശരി, നടക്കട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ആർക്കെങ്കിലും കണ്ടിന്യൂ ഇന്നലെ ഹലോ പ്രസന്റേഷൻ എടുക്കാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എടുക്കാം. അപ്പൊ ശരി, ഞാൻ പോണേ. ബൈ. ഓക്കെ ശരി. ഇന്നലെ പ്രസന്റേഷൻ മിസ്സായവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എടുക്കാം. ആരുമില്ലേ? അവരെല്ലാം നേരത്തെ വെച്ചിട്ട് ഇപ്പൊ തോന്നുന്നു. അശ്വതി ഉണ്ട്, ജിപി ഉണ്ട്, ഹെൽന ഉണ്ട്. ഞാനുണ്ട്. എടുക്കുന്നുണ്ടോ? എടുക്കാം. എന്റെ PPT ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ. ചെയ്തു